ഓക്കെ, ABCD പാരാമീറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം വരച്ചു തരാം. ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്യണേ. ഓക്കെ, ABCD പാരാമീറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒബ്റ്റെയിൻ ദ എഴുതിയോ, ഒബ്റ്റെയിൻ ദ ABCD parameter of the following network. ഓക്കെ, ഇപ്പൊ സാധാരണഗതിയിൽ നമുക്ക് തരാറുള്ള പോലത്തെ നെറ്റ്വർക്ക് തന്നെയാണിത്. എല്ലാ നെറ്റ്വർക്കും എല്ലാം സെയിം തന്നെയാണ്. ഏത് ടു പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മോസ്റ്റ്ലി വരുന്നത് ഒന്നെങ്കിൽ ഈ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ടൈപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് എക്സാമിന് കാണാൻ സാധ്യതയുള്ളത് നോർമലി ഇതൊക്കെയാണ്. ചെറിയ സർക്യൂട്ട് ഒക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആയിരിക്കും. അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഈ സർക്യൂട്ടിന്റെ ABCD പാരാമീറ്റർ. അപ്പൊ ABCD പാരാമീറ്ററിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? ABCD പാരാമീറ്ററിനെ നമ്മൾ ട്രാൻസ്മിഷൻ പാരാമീറ്റർ എന്ന് പറയും. അതേപോലെ അതിലൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്, ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ ഉണ്ട്. അവിടെ നമ്മൾ പറയുന്നത് V1ന്റെയും I1ന്റെയും ടേംസിലായിരിക്കും ABCD പാരാമീറ്ററിൽ. ABCD പാരാമീറ്ററിൽ എങ്ങനെയായിരിക്കും? V1ന്റെ I1ന്റെ ഇക്വേഷൻ എഴുതുക. സോ V1 ഈക്വൽ ടു A ഇൻറ്റു എന്ന് പറയും V2 മൈനസ് ആണ്, പ്ലസ് അല്ല. ABCD പാരാമീറ്ററിൽ മാത്രമേ മൈനസ് വരത്തുള്ളൂ. സോ B ഇൻറ്റു I2. സിമിലർലി ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ABC ഇൻറ്റു V2 മൈനസ് D ഇൻറ്റു I2. ഓക്കെ, ഇൻവേഴ്സ് ആണെങ്കിലോ, ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇൻവേഴ്സ് ആണെങ്കിലോ V2 ഈക്വൽ ടു A ഡാഷ് ഇൻറ്റു V1 മൈനസ് B ഡാഷ് ഇൻറ്റു I1. സിമിലർലി I2 ഈക്വൽ ടു എങ്ങനെ പറയാൻ പറ്റും? C ഡാഷ് ഇൻറ്റു V1 മൈനസ് D ഡാഷ് ഇൻറ്റു I1. ഇത് ഇൻവേഴ്സ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ രണ്ടും കണ്ടുപിടിക്കാം. ഈ സർക്യൂട്ടിൽ നമുക്ക് വേണമെങ്കിൽ രണ്ടും കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നോക്കേ, ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഒരു യുണീക് മെത്തേഡ് ഉണ്ട്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡ് ഏതാണ്? Y പാരാമീറ്റർ ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? മെഷ് ആണ്. Y പാരാമീറ്ററിൽ മാത്രം നമ്മൾ നോഡ് ചെയ്യും. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതി അല്ലേ? ഫസ്റ്റ് ലൂപ്പ് I1ന്റെ ഡയറക്ഷൻ ഇതാണ് കേട്ടോ. ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. I1ന്റെ ഡയറക്ഷനും I2ന്റെ ഡയറക്ഷനും തന്നിട്ടുണ്ടാവും. സോ I1 I2. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് മെഷ് കറണ്ട് ആണ്, രണ്ട് മെഷ് ഇക്വേഷൻ എഴുതാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് രണ്ട് മെഷ് ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? V1 ഈക്വൽ ടു, ഡയറക്റ്റ് പറയുവാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. V1 എങ്ങനെ എഴുതുന്നേ? ആ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് എഴുതാം. സോ I1 I2 ഈക്വൽ ടു ഡാഷ്. സോ ഏത് മെഷാണ്? ഫസ്റ്റ് മെഷിന്റെ ഇക്വേഷൻ ആണ്, ഫസ്റ്റ് മെഷ് ആണ്. സോ ഫസ്റ്റ് മെഷിന്റെ കോഎഫിഷ്യന്റ് പ്ലസും മറ്റേതും പ്ലസ് തന്നെയാണ്. കാരണം എന്താണ്? രണ്ട് കറണ്ടും അതുവഴി സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് പ്ലസ് ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. ഓക്കെ, സോ I1ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? അവിടെയുള്ള എല്ലാ എലമെന്റ്സും കൂട്ടി എഴുതുക. 5 1 6. ക്ലിയർ? ഓക്കെ അല്ലേ? അതേപോലെ രണ്ടും കൂടെ ഷെയർ ചെയ്യുന്നത് 5 ഇവിടെ. അതേപോലെ അവിടുത്തെ വോൾട്ടേജ് V1 ഇവിടെ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. സാധാ മെഷ് നിങ്ങൾ ഏത് പാരാമീറ്റർ ആയിക്കോട്ടെ, Y പാരാമീറ്റർ ഒഴിച്ച് ബാക്കി ഏത് പാരാമീറ്റർ ആയിക്കോട്ടെ, അവിടെ മെഷ് എഴുതുന്നത് നമ്മൾ സെയിം ഫോർമുല ഡയറക്റ്റ് എഴുതുന്നത്. ഇവിടെ എങ്ങനെയാണ്? 5I1 പ്ലസ് 7, 5 പ്ലസ് 2 7 I2 ഈക്വൽ ടു V2. ഇതാണ് നമ്മൾ മെഷ് എഴുതി കിട്ടുന്നത് അല്ലേ? മെഷ് എഴുതി ഡയറക്റ്റ് കിട്ടുന്ന എന്തോ ആണ് നമ്മുടെ Z പാരാമീറ്റർ അല്ലേ? V1 ഈക്വൽ ടു I1 I2 ടൈംസിൽ എഴുതുന്ന ഏതാണ്? V2 ഈക്വൽ ടു I1 I2 ടൈംസിൽ Z പാരാമീറ്റർ. അപ്പൊ ഡയറക്റ്റ് മെഷ് എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് Z പാരാമീറ്റർ അല്ലേ? പക്ഷെ ഇത് നമുക്ക് Z പാരാമീറ്റർ ആണ് ആവശ്യം അല്ല, ABCD പാരാമീറ്റർ ആണ് ആവശ്യം. സോ ABCD പാരാമീറ്റർ ടേംസ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ABCD പാരാമീറ്ററിന്റെ ടേംസ് വരിക. I1 ഈക്വൽ ടു V2 I2. ഈ ഇക്വേഷൻസിൽ നോക്കിയേ, I1 ഈക്വൽ ടു V2 I2ന്റെ ടേംസിൽ എഴുതാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. ഇവിടെ I1 ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ V1 I2ലേക്ക് കിട്ടുള്ളൂ. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ I1 ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ
യെസ് V2 ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടത്തില്ലേ? യെസ്, മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? സോ ഓക്കെ, ഒരു സെക്കൻഡ്. ഈ ഇക്വേഷനിൽ നിന്ന് I1 ഈക്വൽ ടു, കാര്യം നമ്മൾ എന്തറിയണം? ഈ ബേസിക് ഇക്വേഷൻ അറിയണം, എന്നാലേ ഈ പരിപാടി നടക്കത്തുള്ളൂ. ഓക്കെ, അതിപ്പോ ഏത് മെത്തേഡ് ആയാലും ഇക്വേഷൻ അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. സോ I1 ഈക്വൽ ടു V2/5 മൈനസ് 7/5 I2. കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു, നോക്കിക്കോ. ഓക്കെ, ഇതായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, സോ I1 ഈക്വൽ ടു 1/5 V2 മൈനസ് 7/5 I2. ഇക്വേഷൻ നമ്പർ 1. ഇപ്പൊ തന്നെ നമുക്ക് എത്ര പാരാമീറ്റർ ആയി? 2 പാരാമീറ്റർ ആയി. ഏതൊക്കെയാണ്? ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. നോക്കിയേ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ഈ ഒരു മെത്തേഡിനെ റീഅറേഞ്ച് ചെയ്തെടുക്കുകയാണ്. അതായത് 1/5 V2 ജസ്റ്റ് ഒന്ന് 1/5 പ്രത്യേകം എഴുതി. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ഏത് പാരാമീറ്ററാ? എയും ബിയും ആണോ? അല്ല, സിയും ഡിയും ആണ് നമുക്ക് ആദ്യം കിട്ടിയത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ സി, ഇതാണ് നമ്മുടെ ഡി. രണ്ടെണ്ണം കിട്ടി. ഇനി അടുത്ത 2 പാരാമീറ്ററും കൂടെ കണ്ടുപിടിക്കുക. അടുത്ത 2 പാരാമീറ്ററും കൂടെ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത 2 പാരാമീറ്ററും കൂടെ കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ? യെസ്. അടുത്ത 2 പാരാമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, I1ന്റെ വേല് നമുക്ക് ഉണ്ട് കേട്ടോ. ഇനി ആവശ്യം ആരാണ്? V1 V2 I2 ഒരു ഇക്വേഷൻ കിട്ടണം. ഓക്കെ, V1 V2 I2 രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ I1 ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയത്. ഇനി ആദ്യത്തെ ഇക്വേഷൻ നോക്കിയേ, അവിടെ ആരൊക്കെയുണ്ട്? V1 ഉണ്ട്, I1 I2 ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ആരെ ആവശ്യമില്ല, I1 ആവശ്യമില്ല. പകരം ആര് വേണം? പകരം V2 വരണം. അപ്പൊ ഈ I1ന്റെ വാല്യൂ നമുക്ക് അതിനകത്ത് ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച I1ന്റെ ഈ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞുതരാം. എന്താണ് നമ്മൾ ചെയ്തത്? സാധാരണ എഴുതുമ്പോൾ 2 മെഷ് ഇക്വേഷൻ എഴുതി, 2 മെഷ് ഇക്വേഷൻ എഴുതി. അത് നമ്മൾ ചിന്തിക്കുക, കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മെഷിൽ നിന്ന് നമ്മൾ കറണ്ടിന്റെ ഇക്വേഷൻ എഴുതി, അല്ലേ? I1 ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ എഴുതി, അത് കണ്ടുപിടിച്ച് സിയും ഡിയും കണ്ടുപിടിച്ചു. ആ I1ന്റെ വാല്യൂ എടുത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ആയിരിക്കും ഫൈനൽ ഇക്വേഷൻ. അതായത് മറ്റേ 2 പാരാമീറ്റർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. നമുക്ക് ഇട്ട് നോക്കാം. അതായത് ഈ ഇക്വേഷൻ ഇടുവാണ്. പുട്ട് 1 ഇൻ ഇക്വേഷൻ, ഇതിനെ സ്മോൾ ലെറ്റർ എ എന്നും ഇതിനെ സ്മോൾ ലെറ്റർ ബി എന്നും വിളിച്ചു. ഇക്വേഷൻ എ സ്മോൾ ലെറ്റർ പുട്ട് 1 ഇൻ സ്മോൾ ലെറ്റർ എ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 ഇൻറ്റു I1ന്റെ വാല്യൂ ഇത് ഡയറക്റ്റ് കൊടുക്കുക. 1/5 V2 മൈനസ് 7/5 I2 പ്ലസ് 5 I2 ഈസ് ഈക്വൽ ടു V1. സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. കറക്റ്റ് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് അല്ലേ? 6 I1ന്റെ വാല്യൂ എല്ലാം കറക്റ്റ് അല്ലേ കൊടുത്തേക്കുന്നത്? ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V1. ഇവൻ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം V1 V2 I2ന്റെ ടേംസിലായില്ലേ? ഇതല്ലേ നമ്മുടെ ആവശ്യം, അല്ലേ? യെസ്. സോ നമുക്ക് കിട്ടേണ്ടതാണ് ഈ ഇക്വേഷൻ ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. സോ ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 6-നകത്തേക്ക് കൊടുക്കുകയാണ്. 6-നകത്തേക്ക് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 6/5 ഇൻറ്റു അല്ലേ? സെക്കൻഡ് 6/5 V2 മൈനസ് 6 ഇൻറ്റു 7/5 I2. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയല്ലോ. സോ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. സോ പ്ലസ് 5 I2 ഈക്വൽ ടു V1. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാക്കിയാൽ മതി. രണ്ടും ഒരുമിച്ചാക്കുക. 6/5 V2 അത് അതേപോലെ തന്നെ എഴുതുക. ഇവിടെ മൈനസ് എത്രയാണ്? 42/5 അല്ലേ? അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാമല്ലോ. ഇത് 42/5 എന്ന് എഴുതിയാൽ മതി. 42/5 I2 മൈനസ് പ്ലസ് 5I. സോ ഇവിടെ നിന്ന് I2 കോമൺ എടുക്കാം. മൈനസ് I2 കോമൺ എടുക്കാം. അപ്പൊ ആരൊക്കെ ഉണ്ട്? 42/5 പ്ലസ് 5 അല്ലേ? ക്ലിയർ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് എഴുതാം. ഓക്കെ, എഴുതുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പ്രോബ്ലം ചെയ്യുന്നതിൽ 6/5 V2 മൈനസ് I2 ഇൻറ്റു മൈനസ് I2 ആണ് എടുത്തേക്കുന്നത്. മൈനസ് I2 കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് വരത്തില്ലേ? യെസ്.
ഇവിടെ ഒരു മൈനസ് വരും. അല്ല ഇവിടെ നിന്ന് മൈനസ് ആയിട്ട് കോമൺ എടുത്തു. സോ ഇവിടെ പ്ലസ് ആവും, അത് ഇവിടെ പ്ലസ് ആണ്, ഇപ്പുറത്ത് മൈനസ് വരും. സോ മൈനസ് ആണ്. ഓക്കെ, ക്ലിയർ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്ത് വരും? 42 മൈനസ് 25 എത്ര കിട്ടും? 42 മൈനസ് 25 ചെയ്യുമ്പോഴേ 17 അല്ലേ? 17/5 എന്ന് വരും. ക്ലിയർ? ദാറ്റ് ഇസ് ഈക്വൽ ടു V1. കിട്ടി. നമ്മുടെ ജനറൽ ഇക്വേഷൻ നോക്കിയേ. ജനറൽ ഇക്വേഷൻ ഞാൻ ഇവിടെ നിന്ന് എഴുതിത്തരാം. V1 ഈക്വൽ ടു A ഇൻറ്റു, ഫസ്റ്റ് ഇക്വേഷൻ ആണ്, A ഇൻറ്റു V2 മൈനസ് B ഇൻറ്റു I2. ക്ലിയർ? അപ്പൊ എയുടെ വാല്യൂ എന്തോ ആണ്? എയുടെ വാല്യൂ 6/5. ബിയുടെ വാല്യൂ എന്തോ ആണ്? ശ്രദ്ധിക്കുക, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. സോ ബിയുടെ വാല്യൂ എന്തോ ആയിരിക്കും? പ്ലസ് 17/5 ആണ് എഴുതേണ്ടത്. മൈനസ് അല്ല, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. ജനറൽ ഇക്വേഷനിലും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. അപ്പൊ ബിയുടെയും എയുടെയും ബിയുടെ വാല്യൂ കിട്ടി. ഒരു കാര്യം കൂടെ മുകളിൽ പറഞ്ഞിട്ട് താഴേക്ക് വരാം. ഒരു സെക്കൻഡ്. ഇവിടെ നമ്മൾ സിയുടെയും ഡിയുടെ വാല്യൂ കിട്ടില്ല. എന്താണ് സിയുടെ വാല്യൂ? സിയുടെ വാല്യൂ 1/5 തന്നെയാണ്. ഡിയുടെ വാല്യൂ എന്താണ്? ഇവിടെ മൈനസ് 7/5 എന്ന് നടക്കുന്നത്. അപ്പൊ മൈനസ് 7/5 ഇടുവോ? ഇല്ല. കാരണം നമ്മളെ ജനറൽ ഇക്വേഷനിൽ മൈനസ് ഡി ആണ്. അപ്പൊ മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ ഡിയുടെ വാല്യൂ ഡയറക്റ്റ് 7/5 എന്ന് എഴുതിയാൽ മതി. മനസ്സിലാവുന്നുണ്ട്? 7/5. ഓക്കെ. അപ്പം സിയുടെ ഡിയുടെ വാല്യൂ നിങ്ങൾ അവിടെ എഴുതിയെടുത്ത് സിയുടെ ഡിയുടെ വാല്യൂ എഴുതാം. ഓക്കെ. ഓക്കെ, ഇനി ഓർത്തു വെച്ചേക്കാനായിട്ട് എന്ത് ചെയ്യും? അയ്യോ, ഇത് ഇവിടെ നിന്ന് എങ്ങനെ ചെയ്യും, കൺഫ്യൂഷൻ ആവുമല്ലോ എന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓർത്തു വെച്ചേക്കാനായിട്ട് ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇത് ഇത്ര എഴുതി കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ആ കാര്യം കൂടെ പറഞ്ഞുതരാം. ഇന്ന് എന്തായാലും 2 പോർട്ട് തീർക്കുക എന്നാണ് ഉദ്ദേശം. മാക്സിമം 2 പോർട്ട് തീർക്കുക. അടുത്ത ക്ലാസ്സിൽ കപ്പിൾഡ് സർക്യൂട്ട്, അതൊരു 2 ക്ലാസ്, അതോടെ നെറ്റ്വർക്ക് തീരും. അത് കഴിഞ്ഞ് നമ്മൾ മെഷർമെന്റോ EMTയോ ഏതെങ്കിലും പേപ്പർ എടുക്കാം. മെഷർമെന്റ് എടുക്കാം. ഓക്കെ, മെഷർമെന്റ് എടുത്താൽ നമുക്ക് മെഷീൻസ് അതുവഴി കയറാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്താണ് ബേസിക് പാരാമീറ്റേഴ്സ് ആയ ABCD പാരാമീറ്റേഴ്സ് ആ ചെറിയ സർക്യൂട്ടിൽ കണ്ടുപിടിച്ച. കംപ്ലീറ്റ് ചെയ്തോ ഇത് ഇത്രയും? ഓക്കെ, ശരി. ഇതിപ്പോ സൊല്യൂഷൻ കറക്റ്റ് ആണ്. ഈ സ്റ്റെപ്പ് എന്തെങ്കിലും നിങ്ങൾ ഇതിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റെപ്പുകൾ മിസ്സിങ്ങോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ, മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്തത് ഒന്നുകൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. അതായത് എന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ എനിക്ക് ഇക്വേഷൻ സെറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു ഏതെല്ലാം ധൈര്യമായിട്ട് മെഷ് ഇക്വേഷൻ എഴുതുക. അത് നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് പോട്ടെ, 20 സെക്കൻഡ്, 10 സെക്കൻഡ് വെച്ച് 20 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റും അല്ലേ? 20 സെക്കൻഡ് എടുക്കാൻ പാടുള്ളത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക, കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിടപ്പുണ്ടോ ഏതാണ്. V1 ഈക്വൽ ടു A ഇൻറ്റു V2 മൈനസ് B ഇൻറ്റു I2. ഓക്കെ, പക്ഷെ ഇവിടെ V1 ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ ഉണ്ട്, പക്ഷെ അവിടെ V2ന്റെ ടൈം ഇല്ല, പകരം I1 കിടപ്പുണ്ട്. അപ്പൊ I1ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? സോ നമുക്ക് ആദ്യം അവിടെ തുടങ്ങാൻ പറ്റത്തില്ല, കാര്യം I1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ അവിടെ നിന്ന് ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുക, അവിടെ നോക്കുക I1 V2 I2, I1 V2 I2 അല്ലേ? I1 V2 I2 അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇവിടെയും കിടപ്പുള്ളത്. അപ്പൊ നിങ്ങൾക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ I1ന്റെ ടേംസിൽ, അതായത് നമ്മുടെ ജനറൽ ടേം ഈ ടേമിലോട്ട് മാറ്റാൻ സാധിക്കും അല്ലെ? 3 വേരിയബിൾസും സെയിം അല്ലേ? സെയിം വേരിയബിൾസ് അല്ലേ ഉള്ളത് രണ്ട് ഇക്വേഷൻ. സോ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ആ ഫോർമാറ്റിലോട്ട് ആക്കാമല്ലോ. സോ അത് ഞാൻ ആക്കി. അവിടെ നിന്ന് എനിക്ക് 2 പാരാമീറ്റർ കിട്ടിക്കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് ഞാൻ ഏത് പാരാമീറ്ററിൽ കൊടുക്കുകയാണ്? മറ്റേ ഇക്വേഷനിൽ I1 ഉണ്ട്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് അവിടെ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ നിങ്ങൾ എഴുതാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. താഴോട്ട് എന്തെങ്കിലും ടോപ്പിക് മിസ്സിങ്ങോ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ. ഓക്കെ, ഇല്ലല്ലോ? ABCD പാരാമീറ്റർ എഴുതിയിട്ട് ലാസ്റ്റ് ആ ബോക്സ് വരച്ചിട്ട് 1/5 6/5 17/5 1/5 7/5. ഓക്കെ, മെട്രിക്സ് ഫോം ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് ABCD പാരാമീറ്റേഴ്സ്. അതൊരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇതൊരു ട്രാൻസ്മിഷൻ ലൈൻ ആയിട്ട് എടുക്കുക. 2 പോർട്ട് നെറ്റ്വർക്ക് സെൻഡിങ് ആൻഡ് വോൾട്ടേജ്, റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് വെച്ചിട്ട് അല്ലെ? റിസീവിംഗ് ആൻഡ് വോൾട്ടേജ്, റിസീവിംഗ് ആൻഡ് കറണ്ട്, സെൻഡിങ് ആൻഡ് കറണ്ട് വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ പാരാമീറ്റർ, ഏതൊക്കെ ട്രാൻസ്മിഷൻ ലൈൻ, ഷോർട്ട്, മീഡിയം, ലോങ്
3 പാരാമീറ്റേഴ്സിൽ നമ്മൾ ABCD പാരാമീറ്റർ ഡെറൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കഴിയുന്നതും ഡെറിവേഷൻ കഴിയുന്നതും നമ്മൾ നോർമലി അറിയാലോ, 2 പേജോളം വരും ലോങ് ട്രാൻസ്മിഷൻ ലൈൻ്റെ ABCD പാരാമീറ്ററിന്റെ ഡെറിവേഷൻ. ഒരു ആവശ്യമില്ല അത് പഠിക്കേണ്ടത്, പക്ഷെ അതിന്റെ കണ്ടീഷൻസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. ഓക്കെ, അത് ഞാനത് പറഞ്ഞുതരാം ആ സമയത്ത്. അതാണ് നമ്മൾ ട്രാൻസ്മിഷൻ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് ABCD പാരാമീറ്റർ. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, ഇൻവേഴ്സും കൂടെ നോക്കി. ഇൻവേഴ്സ് എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, ഇൻവേഴ്സിലും കൂടെ ഒന്ന് വെച്ച് നോക്കിയേ. സെയിം പാറ്റേണിൽ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കേ. 1 മിനിറ്റ് ഞാൻ സമയം തരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 20 സെക്കൻഡ് ഇക്വേഷൻ എഴുതാൻ. ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷനിൽ നിന്ന് ഈ ഒരു ഫോർമാറ്റിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഞാൻ 30 സെക്കൻഡ് സമയം തരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. സെയിം സർക്യൂട്ടാണ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബാക്കി V1 I1 ഒക്കെ ഇവിടെ ഉണ്ട്, കമ്പയർ ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് 6I1 + 5I2 = V1, 5I1 + 7I2 = V2. ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയ ഈ ഇക്വേഷൻ. സോ ആ ഇക്വേഷനെ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്. V2 I2 ഇക്വേഷൻ എഴുതേണ്ടത്. സോ അപ്പൊ ആരെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം? ഈ ഇക്വേഷനെ സേവ് ചെയ്ത് വെക്കണം. അവിടെ V2 = എന്നാണ് ഇക്വേഷൻ കിടപ്പുള്ളത്. സോ നമുക്ക് ആ ഇക്വേഷനെ കമ്പയർ ചെയ്യാൻ പറ്റും. സോ ആ ഇക്വേഷനെ കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ കമ്പയർ ചെയ്യണമെങ്കിൽ ആരൊക്കെ വേണം? ഈ I2 പകരം അവിടെ ആര് വരണം? V1 വരണം, അല്ലേ? സോ അത് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് I2 ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് എടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ ആരൊക്കെ ഉണ്ട്? V1 I2 I1. സോ ഇവിടുത്തെ സെക്കൻഡ് ഇക്വേഷൻ നോക്കിയേ, V1 I2 I1, അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി ഇവിടെ ചെയ്യുക, I2 ഇക്വേഷൻ ഉണ്ടാക്കുക. എന്തുകൊണ്ട് I2 ഇക്വേഷൻ ഉണ്ടാക്കി, I1 ഇക്വേഷൻ ഉണ്ടാക്കിയത്? I1 V1 ഇക്വേഷൻ ഉണ്ടാക്കിയത് നമ്മൾ ഇക്വേഷനിൽ I2 ആണ് കിടക്കുന്നത്. അപ്പൊ I2 ഫോർമാറ്റിലേക്ക് മാറ്റുക. സോ എങ്ങനെ നമുക്ക് I2 ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും? I2 = V1/5 - 6/5 I1. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഒരു ഇക്വേഷൻ അവിടെ ആയി കഴിഞ്ഞു, ഒരു ഇക്വേഷന്റെ വാല്യൂ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇത് I2 = ആണ്. ഓക്കെ, സോ കമ്പയർ ചെയ്യാമല്ലോ. കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? സിയുടെ വാല്യൂ എന്തുവാണ്? C ഡാഷ്. കാര്യം ഇൻവേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിക്കണം, ഫൈൻഡ് ദ ഇൻവേഴ്സ് Z പാരാമീറ്റർ, സോറി ഇൻവേഴ്സ് ABCD പാരാമീറ്റർ, ഇൻവേഴ്സ് ABCD പാരാമീറ്റർ, ഇൻവേഴ്സ് ABCD പാരാമീറ്റർ. സോ ഇവിടുന്ന് C ഡാഷ് = 1/5, D ഡാഷ് = 6/5. മൈനസ് ഇടുവോ? മൈനസ് വേണോ? വേണ്ട. 6/5. യെസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ I2 വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I2 വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 6. സോ ഇവിടെ എന്ത് വരും? I2 വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ 6I1 + 5I2. I2 വാല്യൂ എന്താണ്? V/5 - 6/5 I1, അല്ലേ? V/5 - 6/5 I1. Okay, that is equal to V1. So sorry, ഈ ഇക്വേഷൻ എഴുതുമ്പോഴേ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, രണ്ടാമത്തെ ഇക്വേഷനിലെ. സോ അപ്പൊ നമ്മൾ I2 വാല്യൂ കിട്ടിയല്ലോ. I2 വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എഴുതിയ. സോ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ. സോ അവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ 5I1 + 7 × I2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V1/5 - 6/5 I1.
ഈക്വൽ ടു V2. ഓക്കെ, ഇവിടെ 5I1 പ്ലസ് 7/5 V1 മൈനസ് എത്രയാണ് 42/5. ഓക്കെ, എന്ത് വരും? I1. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, ഇനി സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരെണ്ണത്തിന്റെ വാല്യൂ ഇവിടെ തന്നെ കിട്ടും. നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ I1 ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ ഓർഡർ അനുസരിച്ച് ഇടുകയാണെങ്കിൽ 7/5 V1 ആദ്യം എഴുതി, അവിടെ നിന്ന് ഞാൻ -I1 കോമൺ എടുത്തു. -I1 ഇൻറ്റു 5 പ്ലസ് അല്ലേ, -5 പ്ലസ് 42/5. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാക്കി. അവിടെ നിന്ന് രണ്ടിൽ നിന്ന് -I1 ഞാൻ കോമൺ എടുത്തു. സോ ഇവിടെ മൈനസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈനസ് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു V2. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്തു വരുമ്പോൾ 7/5 V1 മൈനസ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര? 25 17 അല്ലേ 17 -17/5 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I1 ഈസ് ഈക്വൽ ടു V2. സോ നമുക്ക് തന്നെ ഇതിലൊന്ന് ആൻസർ കിട്ടും. സോ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോഴേ ഇത് C D തന്നെയല്ലോ. യെസ്, ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടല്ല കമ്പയർ ചെയ്തേ, സെക്കൻഡ് ഇക്വേഷൻ C' D'. അപ്പൊ ഇനി A', B' ആണ് ഇപ്പൊ കിട്ടുന്നത്. A', B'. സോ ഇത് A', ഇത് B'. സോ A' എന്ന് പറഞ്ഞാൽ 7/5, B' എന്ന് പറയുന്നത് എന്തുവാണ്? 17/5. C' എന്ന് പറയുന്നത് എന്തുവാണ്? 1/5. 1/5 അല്ലേ? യെസ്, 1/5. D' എന്ന് പറയുന്നത് എന്തുവാണ്? D' വില എന്തുവായിരുന്നു? 6/5. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് നോക്കി വെച്ചേക്കുക. അപ്പോ ഇതായിരിക്കും നമ്മുടെ ABCD പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇത് കോപ്പി ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. യെസ്, ദെൻ അടുത്ത് ഓക്കെ, നെക്സ്റ്റ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ അല്ലെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത് H കൂടെ പഠിക്കാം. കാര്യം ഇതില് വേറൊരു ടൈപ്പ് പ്രോബ്ലം കൂടെ ഉണ്ട്. Hന്റെ പ്രോബ്ലം. ഇത് Hന്റെ പ്രോബ്ലം. H പാരാമീറ്റർ കൂടെ പഠിച്ചു തരാം. അപ്പൊ ഇൻവേഴ്സ് ABCD ആയി, ABCD പാരാമീറ്റർ ആയി. നിങ്ങൾക്ക് ഇത് ആക്ച്വലി ഇതിന്റെ സിമിട്രിക്കല്, റെസിപ്രോക്കല്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ. കണ്ടീഷൻ ഫോർ സിമിട്രി, കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി, പിന്നെ സ്റ്റാൻഡേർഡ് ഇക്വേഷന്റെ ഫോർമാറ്റ്. ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യിച്ചില്ലേ, ഷോർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ. സോ ഞാൻ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പാറ്റേൺ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇതേപോലെ ഇത്രയും ഡെറിവേഷൻ ഒന്നും ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരത്തില്ല. അഥവാ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ, ചെറിയ സർക്യൂട്ട് ആണെങ്കിലും അല്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ. ക്ലിയർ? പിന്നെ കുറച്ചുകൂടെ ഷോർട്ട് കട്ട് പറയുവാണെങ്കിൽ അത് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പോർട്ട് നെറ്റ്വർക്ക്, ആ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഏത് സർക്യൂട്ടും ഈ കുറച്ച് ഇക്വേഷൻ കാണാതെ പഠിക്കുവാണെങ്കിൽ ഏത് സർക്യൂട്ടിന്റെയും ഏത് പാരാമീറ്ററും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് വരുന്ന ഇന്ന് തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. സോ നോക്കിക്കോ, ഓക്കെ അല്ലേ? യെസ്, എന്താ പറയുന്നത്? യെസ്, ഇപ്പൊ ഇതില്
ഇൻവേഴ്സും ശരി, ഇത് ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന്. ഓക്കെ, സപ്പോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. ഇതൊരു 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. സോ ഇൻപുട്ട് വോൾട്ടേജ് V1, ഔട്ട്പുട്ട് വോൾട്ടേജ് V2 അല്ലേ? ക്ലിയർ? അപ്പോ അവർ കണ്ടീഷൻസ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും പറയുക. അതായത് when output terminal short, okay, when output terminal short, then V1 equal to something, I1 equal to something, I2 equal to something. When output terminal short alle, so then when output terminal open, then V2 equal to dash, I1 equal to dash, V1 equal to dash. അല്ലേ? ഈ സർക്യൂട്ടിലെ ഈ കണ്ടീഷൻസ് പറയുന്ന ഏത് പാരാമീറ്ററിനാണ്? ഏത് പാരാമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും? അതായത് ഔട്ട്പുട്ട് ഷോർട്ടും ചെയ്യണം, ഔട്ട്പുട്ട് ഓപ്പണും ചെയ്യണം. ഔട്ട്പുട്ട് ഷോർട്ട്, ഔട്ട്പുട്ട് ഓപ്പൺ. ഓക്കെ, ആ കണ്ടീഷൻസ് ഓർത്ത് വെച്ചിരിക്കുക. ഔട്ട്പുട്ട് ഷോർട്ട്, ഔട്ട്പുട്ട് ഓപ്പൺ ഏതായിരിക്കും? നമ്മൾ നോക്കുക, നമ്മൾ കണ്ടീഷൻസ് പഠിച്ച സമയത്ത് V1 ഈക്വൽ ടു Z11 I1, Z പാരാമീറ്റർ തുടങ്ങുകയാണ്, പ്ലസ് Z12 I2. സോ V2 ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2 അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കണ്ടീഷൻ പറഞ്ഞാൽ ഈ ഔട്ട്പുട്ട് ടെർമിനൽ ഷോർട്ട് അല്ലെ? ഔട്ട്പുട്ട് ടെർമിനൽ ഷോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന ഈ പാരാമീറ്റേഴ്സ് അല്ലേ? ഈ ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ആയ I1നും I2നും നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തു. സോ ഇവിടെ V2 ഔട്ട്പുട്ട് ടെർമിനൽ മീൻസ് V2 ഈക്വൽ ടു 0 ഔട്ട്പുട്ട് ഷോർട്ട് ആക്കണമെങ്കിൽ അല്ലെ? ഷോർട്ട് മീൻസ് ഈ ടെർമിനൽ ഷോർട്ട് ആക്കണമെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് 0 ആവും ഷോർട്ട് ചെയ്യുമ്പോൾ. സോ V2 0 ആവുന്ന ഈ കണ്ടീഷനിൽ ഇതിൽ പറ്റുമോ? ഈ ഇക്വേഷനിൽ ഷോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം നമ്മൾ ഇൻഡിപെൻഡന്റ് ടേംസ് I1 I2 ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ക്ലിയർ? അപ്പൊ ഇത് റിലേറ്റഡ് ആവുന്നത് ABCD പാരാമീറ്ററിനാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ABCD പാരാമീറ്ററിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ബാക്കി കമ്പയർ ചെയ്ത് കാര്യം എല്ലാം പറയുവാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ABCD പാരാമീറ്റർ ഇക്വേഷൻ എന്താണ്? നമ്മൾ എഴുതുന്നത് V1 ഈക്വൽ ടു A ഇൻറ്റു V2 മൈനസ് B ഇൻറ്റു I2. സോ I1 ഈക്വൽ ടു C ഇൻറ്റു V2 മൈനസ് D ഇൻറ്റു I2. സോ ഈ ഇക്വേഷൻസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് ടെർമിനൽ അതായത് V2 ഷോർട്ട് ആയി കഴിഞ്ഞ് ഈ ടൈം പോവും, മറ്റേ രണ്ട് പാരാമീറ്റർ കിട്ടും അല്ലെ? ഈ കണ്ടീഷനിൽ നമ്മൾ ചെയ്ത് കിട്ടുന്ന പാരാമീറ്റർ എന്തോ ആയിരിക്കും? ABCD പാരാമീറ്റർ ആയിരിക്കും. അതേപോലെ ഈ ഔട്ട്പുട്ട് ടെർമിനൽ ഓപ്പൺ ആക്കുമ്പോൾ ആര് 0 ആവും? I2. ഈ രണ്ട് ടൈമിൽ I2 0 ആവും, നമുക്ക് എയും സിയും കിട്ടും. മനസ്സിലായോ? അങ്ങനെ ഒരു രീതിയിൽ ചോദിക്കാം. അപ്പൊ ഇത് ആ ഇക്വേഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ അഥവാ ഒബ്ജക്റ്റ് 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് തന്നിട്ട് അത് റെസിപ്രോക്കൽ ആണെന്ന് ചോദിക്കും, അങ്ങനെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഓക്കെ, ചെറിയ 2 പോർട്ട് നെറ്റ്വർക്ക്. ഓക്കെ, അത് മോസ്റ്റ്ലി ഇസഡ് പാരാമീറ്ററിന്റെ ആയിരിക്കും. കാരണം ഇസഡ് പാരാമീറ്റർ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ ഇസഡ് പാരാമീറ്റർ. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഒരു പാരാമീറ്ററിൽ നിന്ന് മറ്റേ പാരാമീറ്റർ കണ്ടുപിടിക്കുന്ന ഒരു കുറച്ച് ഫോർമുല പഠിക്കുവാണെങ്കിൽ എളുപ്പമാണ്. അതെങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ല, ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ടത്. അല്ലാതെ ഈ വലിയ ക്വസ്റ്റ്യൻസ്, വലിയ രീതിയിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നും ഇത് വലിയ രീതിയൊന്നുമില്ല, ചെറിയ രീതിയാണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് അല്ലേ? പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇത് ഇത്രേ ഉള്ളൂ അതിന്റെ കാൽക്കുലേഷൻ. ഓക്കെ, സോ ഇതും വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. 1 മിനിറ്റ് 1.5 മിനിറ്റ് മതി ഇത് ചെയ്യാൻ, മാക്സിമം 1.5 മിനിറ്റ്. ഓക്കെ, ഇക്വേഷൻ ഡയറക്റ്റ് എഴുതാൻ അറിയാം, ബാക്കിയൊന്ന് റീഅറേഞ്ച്മെന്റ്. ഓക്കെ, പിന്നെ ചിലപ്പോഴേ നിങ്ങൾക്ക് ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് സിയും ഡിയും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആദ്യം തന്നെ ആദ്യത്തെ 30 സെക്കൻഡ് അത് സിയും ഡിയും കിട്ടില്ലേ? ഇല്ലേ? ഓപ്ഷനില് ഇതേ സിയും ഡിയും ആയിട്ട് ഒരു ഓപ്ഷനെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മള് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇതൊരു എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണിത്. സോ ഇത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത് പറയുന്ന ഹൈബ്രിഡ് പാരാമീറ്റർ ആണ്, H പാരാമീറ്റർ. അത് നിങ്ങൾ എഴുതണ്ട കേട്ടോ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതണ്ട, മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഓക്കെ, എല്ലാത്തിന്റെയും ജനറൽ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഞാൻ ക്വസ്റ്റ്യൻ തരാം, വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അത് ഈ ഹൈബ്രിഡ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ഹൈബ്രിഡ് പാരാമീറ്റർ, H പാരാമീറ്റർ ഓർ ഹൈബ്രിഡ് പാരാമീറ്റർ.
hybrid parameter or H parameter, hybrid parameter model of transistor ഒക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലേ, അത് തന്നെയാണ്. അവിടെ എന്താണ് ഇക്വേഷൻ, ഇവിടുത്തെ ഇക്വേഷൻ മാത്രം ഒരല്പം ഓർത്തു വയ്ക്കാൻ കൺഫ്യൂഷൻ ഒഴിവാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു ടൈപ്പാണ്. ഇതെങ്ങനെയെന്ന് അറിയാമോ, V1 ഈക്വൽ ടു H11. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ V1 ആണെങ്കിൽ വോൾട്ടേജ് നോർമലി ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ, ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി ഓർമ്മയിരിക്കാനായിട്ട്. വോൾട്ടേജ് കറണ്ട് അതാണല്ലോ നമ്മൾ ഇതുവരെയും കണ്ടിന്യൂ ചെയ്ത് വന്ന രീതി. ആദ്യം വോൾട്ടേജ്, രണ്ടാമത് കറണ്ട്. അത് ഇവിടെ അങ്ങനെയാണ് ഫസ്റ്റ് കണ്ടീഷനിൽ. അടുത്ത കണ്ടീഷനിൽ അത് മാറും. ഹൈബ്രിഡ് പാരാമീറ്ററിൽ ഇങ്ങനെയാണ്. ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്ററിൽ അത് നേരെ തിരിയും, കറണ്ടും വോൾട്ടേജ് ആവും. അത് അടുത്ത് പറഞ്ഞുതരാം. ഹൈബ്രിഡ് പാരാമീറ്ററിൽ നേരത്തെ ABCD പറഞ്ഞ പോലെ ആദ്യം വോൾട്ടേജ്, രണ്ടാമത് കറണ്ട്. ABCD അങ്ങനെ ആയിരുന്നല്ലോ. ഇനി ഇതെങ്ങനെ ഇക്വേഷൻ എഴുതാം നോക്കിയേ. V1 ആണെങ്കിൽ ഇവിടെ I2 ആയിരിക്കും. സോ ഈക്വൽ ടു രണ്ടു പേർക്കും ഉണ്ട്. ഞാനിപ്പോ ഫസ്റ്റ് ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് രണ്ടാമത്തെ പറയാം. H11 നമ്മൾ എപ്പോഴെങ്കിലും H11 I2 എന്ന് പറയോ? ഇല്ല. അപ്പൊ H11 ഇവിടെ വരേണ്ടത് I1 ആണ്. H11 I1 പ്ലസ് H12. ഇനി ആരാ ഉള്ളത് ഇവിടെ ഇതിനകത്ത്? V2. മനസ്സിലായോ? സോ H21 സെയിം I1 പ്ലസ് H22 V2. മനസ്സിലാവുന്നുണ്ട്? ഏകദേശം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി H പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ്, ഞാൻ ഇൻവേഴ്സ് ഇതിന്റെ കൂടെ തന്നെ പറയാണ്. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ കമ്പയർ തന്നെ പറയാം. ആദ്യം ഇതിന്റെ ബാക്കി കാര്യങ്ങളൂടെ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പം H പാരാമീറ്ററിൽ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, H പാരാമീറ്ററിന്റെ ബേസിക് ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയത്. ക്ലിയർ? ഇവിടെ പ്ലസ് തന്നെയാണ് വരുന്നത്, നടുക്ക് പ്ലസ് തന്നെയാണ് വരുന്നത്. മെട്രിക്സ് ഫോർമുലയായിട്ട് വേണമെങ്കിൽ മാറ്റാം നമുക്ക്. V1 I2 is equal to V1 I2, ഒരു സെക്കൻഡ്, V1 I2 is equal to H11 H12 H21 H22 into I1 V2. ഇതാണ് അവിടുത്തെ അതിന്റെ മെട്രിക്സ് ഫോം. ഇനി റെസിപ്രോക്കലും സിമിട്രി, കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി, അതായത് ഈ ടേമും ഈക്വൽ ആയിരിക്കും, പക്ഷെ മൈനസ് ഓഫ് ആയിരിക്കും. അതായത് H21 ഈക്വൽ ടു മൈനസ് ഓഫ് H12. ക്ലിയർ? കണ്ടീഷൻ ഫോർ സിമിട്രി, മോസ്റ്റ്ലി ഇതൊക്കെ ആയിരിക്കും ചോദിക്കുവാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചോദിക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ലേ? കണ്ടീഷൻ ഫോർ സിമിട്രി. സോ സിമിട്രിയുടെ കണ്ടീഷൻ തോന്നും നമ്മൾ അവിടെ പറഞ്ഞതുപോലെ, മറ്റേതിൽ നമ്മൾ റെസിപ്രോക്കൽ പറഞ്ഞതുപോലെ ഇവിടെ, അതായത് ABCD പാരാമീറ്ററിലെ നമ്മൾ റെസിപ്രോസിറ്റി അല്ലെ, അതെന്താണ്? AD മൈനസ് BC ഈക്വൽ ടു 1. അതേപോലെ ഇവിടെ എങ്ങനെയാണ്? H11 H22 മൈനസ് H12 H21 is equal to 1. അതായത് ഇതിന്റെ ഡിറ്റർമിനന്റ്. ഓക്കെ, ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അത് ഇവിടെ സിമിട്രിയുടെ കണ്ടീഷൻ, അവിടെ റെസിപ്രോക്കലിന്റെ കണ്ടീഷൻ. എവിടെ? ABCD AD മൈനസ് BC എന്ന് പറഞ്ഞാൽ റെസിപ്രോസിറ്റി. ഓക്കെ, ഇത് ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വലന്റ് കൂടെ, ഇക്വലന്റ് നിങ്ങൾ പരിചിതമായിരിക്കും, കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നെറ്റ്വർക്ക് മാത്രമല്ല അനലോഗിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇക്വേഷൻ എങ്ങനെയായിരുന്നു? യെസ്, H11 ഇത് I1, ഇത് V1 പ്ലസ് H11, പിന്നെ ആരാ വരുന്നത്? H12 I1 V2. ഓക്കെ, ക്ലിയർ? H11 I1 V2. യെസ്. നെക്സ്റ്റ് രണ്ടാമത് വരുന്നത്, ഇപ്പൊ ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്, പ്ലസ് മൈനസ്. അതേപോലെ ഇവിടെയും അതേപോലെ തന്നെയാണ്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും, പ്ലസ് ഇത് കറണ്ട് അല്ലേ? യെസ്, H21 into I1. ഇതൊരു കറണ്ട് സോഴ്സ് ആണ്, ഡയറക്ഷൻ താഴേക്ക്. H21 into I1. ഓക്കെ, അതിന് പാരലായിട്ട് ഒരു അഡ്മിറ്റൻസ്. അഡ്മിറ്റൻസിന്റെ വാല്യൂ എന്തുമായിരിക്കും? അഡ്മിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത്
H11 H22. Yes, H22. ഇവിടെ V2. Yes, V2. Clear? ഇവിടെ നിന്ന് ഇങ്ങോട്ട് I2, I1, all set. ഇതാണ് ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. കോപ്പി ചെയ്യുക. എടാ സീരീസ് ആയിട്ട് വയ്ക്കുന്നത് ഇംപിഡൻസ് അല്ലേ? അല്ലേ? ഇംപിഡൻസ് ആണ്. സോ ഇതിന്റെ യൂണിറ്റ് ഓം ആണ്. H11ന്റെ യൂണിറ്റ് ഓം ആണ്. പാരലൽ ആയിട്ട് വയ്ക്കുന്ന അഡ്മിറ്റൻസ് അല്ലേ? സോ ഇതിന്റെ യൂണിറ്റ് സൈമൺസ്. ഓമിനെ തിരിച്ചിട്ടത് സൈമൺസ്. അത് ഈ ഫിഗറിൽ നിന്ന് വരയ്ക്കാം. ആക്ച്വലി നമ്മൾ ആ ഇക്വേഷൻ എന്നാണ് എഴുതുന്നത്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ഈ നമ്മൾ നേരത്തെ എല്ലാ കേസിലും എങ്ങനെ അറിയാം? നമ്മൾ ചില കേസില് ഇപ്പൊ ABCD ആകുമ്പോ തന്നെ ഇപ്പൊ A കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് V1 by V2 സോറി ABCDയില് V1 by V2ന്റെ ടേംസിൽ നമ്മൾ എഴുതാം അല്ലേ? അപ്പൊ അതേപോലെ കണ്ടീഷൻസ് നമുക്ക് ഇതിലും എഴുതാൻ സാധിക്കും. അതേപോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ABCD പാരാമീറ്റർ ഒന്ന് എഴുതാണ്. V1 equal to A into V2 minus B into I2. Similarly, I1 equal to C into V2 minus D into I2. ഓക്കെ, ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. എഴുതുന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നോക്കിയ ഈ ഇക്വേഷനിൽ നമ്മൾ കുറച്ചുമേ പറഞ്ഞില്ലേ, V2 0 ആകുമ്പോൾ ഈ രണ്ട് ടേമും പോവും അല്ലേ? സോ V2 0 ആകുമ്പോൾ രണ്ട് ടേമും പോയിട്ട് നമുക്ക് എന്താ കിട്ടുക? B equal to എങ്ങനെ കിട്ടും? മൈനസ് B equal to V1 by I2. സോ മൈനസ് V1 by I2 അല്ലേ? അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തുവാണ്? വോൾട്ടേജ് ബൈ കറണ്ട്. കറക്റ്റ് അല്ലേ? ഇത് രണ്ട് ടേമും 0 ആവുകയാണെങ്കിൽ V2 0 ആകുമ്പോൾ ഈ രണ്ട് പോവുകയാണെങ്കിൽ B കണ്ടുപിടിക്കാമല്ലോ ഇവിടെ നിന്ന്. അപ്പൊ B into I2 അത് സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ആ ഫോർമുല ഓർത്ത് വെച്ചേക്കാനായിട്ട് ഈ ഒറ്റ ഫോർമുലയുടെ കളിയുള്ളൂ എല്ലായിടത്തും. സോ V1 equal to മൈനസ് B into I2 എന്ന് വരും ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തത് I1 equal to എന്ത് വരും? മൈനസ് D into I2 എന്ന് വരും. സോ ഇവിടെ നിന്ന് ഫസ്റ്റ് കണ്ടീഷൻ, ഇത് കണ്ടീഷൻ എപ്പോഴാണ്? when V2 equal to 0. ഈ കണ്ടീഷനിൽ നിന്ന് B equal to minus V1 by I2. So D equal to minus I1 by I2. അപ്പൊ ഇതിന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. കാര്യം 2 ആംപിയർ യൂണിറ്റ് ഇല്ല. ഇവന് യൂണിറ്റ് ഉണ്ടോ? ഉണ്ട്. വോൾട്ടേജ് ബൈ കറണ്ട് ഇംപിഡൻസ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ അങ്ങനെ ഓർത്ത് വെച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യൂണിറ്റ് എന്തോ ആണെന്ന് മനസ്സിലാക്കാം. വോൾട്ടേജ് ബൈ കറണ്ട് ഇംപിഡൻസ് അല്ലേ? സോ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ പറഞ്ഞതല്ലോ. യൂണിറ്റുകൾ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ ഇനി ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ യൂണിറ്റ് കണ്ടുപിടിക്കാം. I1 0 ആകുമ്പോൾ ഈ രണ്ട് ടേം പോവും. സോ H12ന്റെ വാല്യൂ എന്തായിരിക്കും? V1 by V2. V1 by V2 വരുമ്പോൾ യൂണിറ്റ് ഇല്ല അല്ലേ? സോ ഇപ്പോഴത്തെ രണ്ട് ടേം ക്യാൻസൽ ആയി പോകുമ്പോൾ ആരായിരിക്കും? V1 by I1. അതിന് യൂണിറ്റ് ഉണ്ട് അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? H1ന്റെ വാല്യൂ എന്തായിരിക്കും? V1 by I1. അതിന്റെ യൂണിറ്റ് എന്താണ്? ഓം. അതാണ് ഞാൻ നേരത്തെ വരച്ചേക്കുന്നത്. അതാണ് സീരീസ് ആയിട്ട് വരച്ചേക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? സോ രണ്ടാമത്തെ ഇവിടുത്തെ നോക്കിയേ, H2ന്റെ വാല്യൂ എന്തായിരിക്കും? I2 by I1. യൂണിറ്റ് ഉണ്ടോ? ഇല്ല, യൂണിറ്റ് ഇല്ല. സോ അതൊരു വേരിയബിൾ ആണ്. ഓക്കെ, അടുത്ത് ഇത് രണ്ട് 0 ആകുമ്പോഴോ V1 equal to H12 into V2. അവിടെയും H12 എന്ന് പറയുന്നത് V1 by V2. അതിന് യൂണിറ്റ് ഇല്ല. രണ്ടാമത്തെ ആണെങ്കിലോ I1 equal to H22 into V2. സോ H22 equal to I2 by V2. I2 by V2 എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് മോ അല്ലേ? മനസ്സിലായി? അങ്ങനെ യൂണിറ്റുകൾ കണ്ടുപിടിക്കാം. നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, സോ ഇത് അതിന്റെ കണ്ടീഷൻസ് ആണ്. ഓർത്ത് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു യൂണിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് തന്നെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഇനി ഓക്കെ, ഞാൻ ഇതൊന്ന് റൈസ് ചെയ്തോട്ടെ. യെസ്, ഇത് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് ഓർമ്മയിലുണ്ടായിരുന്നാൽ മതി. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്ലിക്ക് ആയിക്കോളും. എല്ലാത്തിന്റെ ഇക്വേഷൻ പഠിക്കുക, വേറെ ഒന്നും ഇതിനകത്തില്ല. പിന്നെ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി, കണ്ടീഷൻ ഫോർ സിമെട്രി. യെസ്, ഫോർ ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ ഞാനിവിടെ വെട്ടിയതൊക്കെ ഒന്ന് മാറ്റുവാണ്. കുഴപ്പം ജസ്റ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആവണമെങ്കിൽ ഒരു സെക്കൻഡ്.
യെസ് 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 നോക്കിക്കോ, ഇവിടെ ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്ററിലെ അതിനെന്ത് വിളിക്കും? ജി പാരാമീറ്റർ എന്ന് വിളിക്കും. ജി പാരാമീറ്റർ. ഈ ജി പാരാമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പറയുവാ. നോക്കി, ഇതിന്റെ നേരെ വിപരീതമായിരിക്കും. ഇതിന്റെ നേരെ വിപരീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? സാധാരണ നമ്മൾ വിപരീതം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഇൻവേഴ്സ് ABCD ഇൻവേഴ്സ് എഴുതിയത്? അവിടെ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ അതിന്റെ ആ ഒരു ഇക്വേഷൻ, യെസ്, ഇതാക്കുന്നുണ്ട്. ഇത് നോക്കിയേ, ഇൻവേഴ്സ് നോക്കിയേ. ഇവിടെ ഓപ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ V1 പകരം V2 ആയി, I1 പകരം I2 ആയി, അതായത് 1 പകരം 2 ആയി. അത് ഓക്കെ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ABCDയിൽ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി മാറും. അതായത് ഇവിടെ വോൾട്ടേജ് ആണല്ലോ വരുന്നത്, അപ്പൊ ഇവിടെ എന്തുമായിരിക്കും? കറണ്ട് ആയിരിക്കും. ക്ലിയർ? അവിടെ V1 ആണ്, ഇവിടെ I1 തന്നെയായിരിക്കും, പക്ഷെ വോൾട്ടേജ് പകരം കറണ്ട് ആയി. ദാറ്റ് ഇസ് ഈക്വൽ ടു H1 പകരം എന്തായിരിക്കും? G1. V1 പകരം എന്തായിരിക്കും? V1 പകരം സോറി, ഇവിടെ I1 പകരം എന്തായിരിക്കും? V1. കറക്റ്റ് അല്ലേ? സോ V1 പകരം I1 കൊടുത്തു, H പകരം G1 കൊടുത്തു, I1 പകരം V1 ആക്കി. സോ പ്ലസ് തന്നെയാണ്. H12 പകരം G12 ഇൻറ്റു V2 പകരം എന്തുമായിരിക്കും? I2. സോ ഇവിടെ I2 പകരം എന്തുമായിരിക്കും? V2 ഈക്വൽ ടു എന്തുവാണ്? G21 ഇൻറ്റു എന്തുവാണ്? V1. ക്ലിയർ? പ്ലസ് ഇവിടെ എന്ത് വരും? G22 ഇൻറ്റു I2. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ഇതാണ് അതിന്റെ സെറ്റ് ഓഫ് ഇക്വേഷൻസ്. I1 ഈക്വൽ ടു G11 V1 പ്ലസ് G12 I2, V2 ഈക്വൽ ടു G21 V1 പ്ലസ് G22 I2. സിമിലർലി നിങ്ങൾക്ക് അവിടുത്തെ മെട്രിക്സ് ഫോം ചെയ്യാം. I1 V2 is equal to G11 V1 plus G12 I2, G21 V1 plus G22 I2. മെട്രിക്സ് ഫോം ചെയ്തു. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി അടുത്തെന്താ ചെയ്യേണ്ടത്? ഇനി അടുത്തെന്ത് നമ്മൾ ഇപ്പുറത്ത് എഴുതി എന്താ? കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി. സെയിം അതുപോലെ തന്നെയാണ്. കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ഇതാണല്ലോ മെട്രിക്സ്. ഇതിനിടയ്ക്ക് പ്ലസ് ഇല്ല കേട്ടോ, ഞാൻ അറിയാതെ എഴുതിയതാ. ഓക്കെ, G22 ഇൻറ്റു ആരൊക്കെയാണ്? I2, സോറി, ആരൊക്കെയാണ്? V1 I1. സോറി, ആരൊക്കെയാ വരുന്നത്? V1 ആണല്ലോ മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ആരൊക്കെയാ? V1 I2, V1 I2, V1 I2. ഓക്കെ, സോ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ മൈനസ് ആയിരിക്കും ഇത്. ഹൈബ്രിഡിൽ പറഞ്ഞതുപോലെ തന്നെ G21 എന്ന് പറയുന്നത് മൈനസ് ഓഫ് G12 ആയിരിക്കും. കണ്ടീഷൻ ഫോർ സിമിട്രി. സിമിട്രിയുടെ കണ്ടീഷൻ എന്താണ്? ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. G11 G22 മൈനസ് G21 G12 ഈക്വൽ ടു 1. ഇതാണ് കണ്ടീഷൻ ഫോർ സിമിട്രി. അതിന്റെ ഇക്വലന്റും കൂടെ നിങ്ങൾ വരച്ചെടുത്തേക്ക്. ഒരു സെക്കൻഡ്, കറക്റ്റ് അല്ലേ? V1 I2, yes. നേരത്തെ ഇങ്ങനെ വരും. G11 V1 I1 ഒരു കറണ്ട് സോഴ്സ് ആയിരിക്കും. G12 I2, സോ ഇപ്പുറത്തും ഒരു വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും. G21 V1, സോ ഇപ്പുറത്തൊരു G22, ഇവിടെ ഒരു V2, ഇവിടെ ഒരു I2.
I2 അകത്തേക്ക് I2. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇത് നമുക്ക് ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ, കാരണം നെറ്റ്വർക്ക് ആയാലും 1-2 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്ത് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സാഹചര്യമില്ല, കാര്യം നെറ്റ്വർക്ക് തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ 1.5 മാസം ആവാറായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ് ക്ലാസ്സിൽ ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് കഴിയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. ഡൗട്ട് ഉള്ളത് നിങ്ങൾ എപ്പോൾ വേണോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ മാക്സിമം പോയ 1.5 മണിക്കൂർ. പിന്നെ തീരെ തിരക്കാണെങ്കിൽ മാത്രമേ ചിലപ്പോൾ കൂടുതൽ നേരം എടുക്കത്തുള്ളൂ, വേറെ ക്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും. ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയം ഒരു മോസ്റ്റ്ലി ഒരു 8 മണിക്ക് ശേഷം, രാത്രി 8 മണി തൊട്ട് ഒരു 10 മണി വരെ നിങ്ങൾക്ക് എപ്പോൾ വേണോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം, പ്രശ്നമില്ല. ഓക്കെ, സോ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. obtain the h parameter of a two-port network. Okay, obtain the h parameter of a two-port network. It is given that with the output short എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടീഷൻ? ഇവിടെ ഷോർട്ട് ചെയ്യാണ്. സോ എന്ത് V2 equal to 0. സോ വിത്ത് ഔട്ട്പുട്ട് ഷോർട്ട് മീൻസ് V2 equal to 0. അതായത് പറയത്തില്ല, നിങ്ങൾ അത് അണ്ടർസ്റ്റുഡ് ആണ്. ഓൾറെഡി നിങ്ങൾ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു അത്. ഓക്കെ, സോ വിത്ത് ഔട്ട്പുട്ട് ഷോർട്ട് ദാറ്റ് ഈസ് V2 equal to 0. ആ സമയത്ത് V1 equal to 25, I1 equal to 1 ampere, I2 equal to 2 ampere. എപ്പോഴാണ്? വിത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഷോർട്ട്. അടുത്ത് എന്തായിരിക്കും കണ്ടീഷൻ? നമ്മൾ ഏതാണ് എച്ച് പാരാമീറ്റർ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇനി അടുത്ത് ആരാണ് 0 ആവേണ്ടത്? V2 അല്ലെ, V2 I1 ആണ്. ഓർമ്മയുണ്ടോ? ഇവിടെ നമ്മൾ എഴുതിയ ഇവിടെ എച്ച് പാരാമീറ്റർ നോക്കിയേ, I1 ഉം V2 ആണ്. ഇപ്പൊ V2 0 എന്ന് പറഞ്ഞു അല്ലേ? ഇവന്റെ 0 ആവുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇനി ആര് 0 ആവണം? I1 0 ആവണം. എച്ച് പാരാമീറ്ററിലെ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, സോ അടുത്ത I1 0 ആവുന്ന കാര്യമായിരിക്കും അവർ പറയേണ്ടത്. സോ വിത്ത് I1 0 ആണെങ്കിൽ ഇൻപുട്ട് ഷോർട്ട് ആണോ ഓപ്പൺ ആണോ? ഓപ്പൺ. സോ I1 equal to 0. ആ സമയത്ത് എന്തായിരിക്കും വരുന്നത്? V1 എന്ന് പറഞ്ഞാൽ 10, V2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50, I2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആംപിയർ. സോ 10, 5, 52. സോ ഇത്രയും വാല്യൂസ് എഴുതി വെക്കുക. കംപ്ലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എഴുതാലോ, ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാലോ. ഓക്കെ, ആദ്യം ആ ജനറൽ ഇക്വേഷൻ എഴുതണം. ഏത്? എച്ച് പാരാമീറ്ററിന്റെ ജനറൽ ഇക്വേഷൻ. എച്ച് പാരാമീറ്ററിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? നമ്മള് ഇങ്ങനെ V1 equal to H അല്ലേ? സോ V1 equal to H11. സോ V1 equal to H11 എന്താണ്? I1 അല്ലേ? യെസ്, H11 I1 plus H21 V2. യെസ്, അടുത്ത I1 equal to, സോറി, അടുത്ത് വരുന്ന I2. യെസ്, I2 equal to H21 I1 plus H22 V2. കറക്റ്റല്ലേ? ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഇതിന്റെ ബേസിക് പാരാമീറ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ടൈപ്പ് തന്നെയാണ്. ഈ ടൈപ്പ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ ഇക്വേഷൻ അറിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇക്വേഷൻ അറിഞ്ഞ് നമുക്ക് അത് വേഗത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാത്? സോ ഫസ്റ്റ് കണ്ടീഷൻ, കേസ് ഓൺ ഔട്ട്പുട്ട് ഷോർട്ട് മീൻസ് V2 equal to 0. therefore V1 equal to H11 I1 plus ഈ ടൈം 0 ആയി പോകും. സോ പ്ലസ് 0. സോ H11 equal to V1 by I1.
എത്രയാണ് ബി യുടെ വാല്യൂ? ആ സമയത്തുള്ള വാല്യൂ എടുക്കുക. 25. ഐ യുടെ വാല്യൂ എത്രയാണ്? 1 ആംപിയർ. സോ 25 യൂണിറ്റ് എന്തുമായിരിക്കും? വോൾട്ടേജ് ബൈ കറണ്ട് ഓം. സോ ആ കേസിൽ തന്നെ രണ്ടാമത്തെ ഇക്വേഷനിൽ V2 0 എടുക്കുമ്പോഴേ I2 ഈക്വൽ ടു H21 I1. മനസ്സിലായി? H21 I1. മറ്റേ ടൈം 0 ആയി പോലെ, ഈ ടൈം 0 ആയി പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് H21 ഈക്വൽ ടു I2 by I1. I2 by I1. സോറി, ഇവിടെ I2 by I1. I2 by I1. ഓക്കെ. I2ന്റെ വാല്യൂ എന്താണ്? 2 ആംപിയർ അല്ലേ? 2 ആംപിയർ. I1ന്റെ വാല്യൂ എത്രയാണ്? 1 ആംപിയർ. സോ 2. ഓക്കെ, ക്ലിയർ? അടുത്ത കേസ് 2. കേസ് 2 എന്താണ്? ഇൻപുട്ട് ഓപ്പൺ. ഇൻപുട്ട് ഓപ്പൺ ആവുമ്പോൾ എന്തായാലും കണ്ടീഷൻ? I1 ഈക്വൽ ടു 0. സോ ഈ ജനറൽ ഇക്വേഷൻ I1 0 എടുത്ത് നോക്കിയേ. I1 0 എടുക്കുമ്പോൾ V1 ഈക്വൽ ടു H1. ഒരു സെക്കൻഡ്, നേരത്തെ V2 0 ആക്കി, ഇപ്പൊ ഇതല്ലേ? ഓക്കെ, H12 H12 ആണേ, ഇത് 12 ആണ്. ഓക്കെ, H12. യെസ്. സോ H12 V2. സോ H12 ഈക്വൽ ടു V1 by V2. ഓക്കെ, ക്ലിയർ? ഇതേപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ പറയണം കേട്ടോ, കാര്യം ഞാനത് ശ്രദ്ധിക്കത്തില്ല. കാര്യം H11 H12 ആണ്, H21 ആണ് നേരത്തെ എഴുതിയിരുന്നത്. ഓക്കെ, സോ സിമിലർലി V1 വാല്യൂ എത്രയാണ്? 10 by 50, 1 by 5. ഓക്കെ, ക്ലിയർ? അടുത്ത് ഈ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? I2 ഈക്വൽ ടു H22 into V2. സോ അവിടെ നിന്ന് H22 ഈക്വൽ ടു I2 by V2. I2ന്റെ വാല്യൂ എത്രയാണ്? 2 ആംപിയർ. V2ന്റെ വാല്യൂ എത്രയാണ്? 50. എത്ര കിട്ടും? ഇങ്ങനെ എഴുതിയാൽ മതി, സിംപ്ലിഫൈ അല്ലെങ്കിൽ 1/25 എഴുതിയാലും മതി. ഓക്കെ, യെസ്, ഇത്രേ ഉള്ളൂ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഈ പാടൊന്നുമില്ല, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഇക്വേഷൻസ് കൺഫ്യൂഷൻ വരരുത്. സാധാരണ എല്ലാവർക്കും വരുന്ന ഇക്വേഷൻസിൽ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. H പാരാമീറ്റർ ആകുമ്പോൾ അതെങ്ങനെയെങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, ഏതെങ്കിലും രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻവേഴ്സ് എളുപ്പമാണ്. കാര്യം വോൾട്ടേജ് വരെ കറണ്ട് ആക്കിയാൽ മതി. അപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടെ എഴുതിക്കോണേ, ഒരു ക്വസ്റ്റ്യനും കൂടെ. ഞാൻ പറഞ്ഞ നോർമലി നമുക്ക് കാണപ്പെടുന്ന സർക്യൂട്ടുകളൊന്നും ഇത് തന്നെയാണ്. 132. ഇതിന്റെ ബാക്കി V1 ഉം I1 ഒക്കെ ഉണ്ട്, I2 V2 ഒക്കെ ഉണ്ട്. ഒബ്റ്റെയിൻ ദ H ഒരെണ്ണം ചെയ്തല്ലോ, അപ്പൊ ഒബ്റ്റെയിൻ ദ G പാരാമീറ്റർ. ഒബ്റ്റെയിൻ ദ G പാരാമീറ്റർ. ഓക്കെ, obtain the G parameter of the following circuit. ഒരു 30 seconds തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞു എല്ലാത്തിലും എഴുതേണ്ടത് എന്തുവാണ്? KVL ഇക്വേഷൻ. എല്ലാത്തിലും KVL ഇക്വേഷൻ മസ്റ്റ് ആണ്. സോ KVL ഇക്വേഷൻ നിങ്ങൾ ഇതിന്റെ രണ്ടെണ്ണത്തിന് KVL ഇക്വേഷൻ എഴുതാം. I1 I2 മെഷ് ഇക്വേഷൻ, ഫസ്റ്റ് മെഷിന് രണ്ടാമത്തെ മെഷിന്. ഓക്കെ, G പാരാമീറ്റർ ആണ്. G പാരാമീറ്ററിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. സോ I1 V2 G അല്ലേ? സോ G11 V1 plus G12 I2. So G21 V1 plus G22. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ കിട്ടണം. നമുക്ക് രണ്ട് മെഷ് ഇക്വേഷൻ എഴുതി നോക്കാം. എങ്ങനെയായിരിക്കാം മെഷ് ഇക്വേഷൻ വരിക? ഡയറക്റ്റ് എഴുതാമല്ലോ. ഡയറക്റ്റ് ഞാൻ എഴുതാണ്, പറയുപോലില്ല, ഡയറക്റ്റ് എഴുതുവാണ്. 4I1 പിന്നെ എന്താണ് പ്ലസ് 3I2 ഈക്വൽ ടു V1. ക്ലിയർ? ഫസ്റ്റ് മെഷീൻ അപ്പൊ അതിനെ A എന്ന് വിളിക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? 3I1 പ്ലസ് 5I2
ഈക്വൽ ടു V2. ക്ലിയർ? ഇപ്പൊ രണ്ട് ഇക്വേഷൻ മനസ്സിലായല്ലോ. ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, സർക്യൂട്ട് നോക്കി തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇങ്ങോട്ട്? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, V2 ടേംസിൽ രണ്ടെണ്ണം കിടപ്പുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ V1 I2, ഇവിടെ I2 I1. സോ I1 മാറ്റണം. അപ്പൊ I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? സോ അപ്പോഴേ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് I1 ഇക്വേഷൻ കണ്ടുപിടിച്ചു. സോ എങ്ങനെ കണ്ടുപിടിച്ചു? ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാണ്. 4I1 + 3I2. ഇത് നമ്മളവിടെ യുക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണോ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് അതിനനുസരിച്ച് ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എടുക്കുക, അത്രേ ഉള്ളൂ. സോ 4I1 + 3I2 = V1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനും ഏതുമായിട്ട് സാദൃശ്യം തോന്നുന്നുണ്ട്? ഒന്നുമായിട്ട് സാദൃശ്യമില്ല, പക്ഷെ I1 I2 V1, I1 I2 V1. ഓക്കെ, ഈ ഇക്വേഷനുള്ള എല്ലാ പാരാമീറ്റേഴ്സ് ഇവിടെ ഉണ്ട് അല്ലേ? സോ ഇതിന് നമുക്ക് I1 ഇക്വേഷൻ ഉണ്ടാക്കാം. സോ I1 = 1/4 V1 - 3/4 I2. ഇക്വേഷൻ സി കറക്റ്റ് അല്ലേ? രണ്ട് പാരാമീറ്റർ ആയില്ലേ? ആരൊക്കെയാ കിട്ടുന്നത്? ഏതൊക്കെ പാരാമീറ്റർ ഇപ്പൊ കിട്ടിയത്? G11 ഉം G12. കാര്യം അത് രണ്ടും കമ്പയറബിൾ ആണ് അല്ലേ? വേണമെങ്കിൽ ഇതിനെ എക്സും വൈ എന്ന് വിളിച്ചിട്ട് C is comparable with, അല്ലെ C can be compared with X. Equation C can be compared with X. Then we get G11 = എന്ത് കിട്ടും? G11 ന്റെ വാല്യൂ എന്താണ്? 1/4. Yes, 1/4. G12 ന്റെ വാല്യൂ എന്താണ്? -3/4. -3/4 വരുമോ? -3/4 ആണ് കൊടുക്കാൻ. കാര്യം നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ പ്ലസ് ആണ്. സോ ഇവിടെ മൈനസ് വന്നുകൊണ്ട് നമ്മൾ -3/4 തന്നെ കൊടുക്കണം. മനസ്സിലായി? ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ എടുക്കുക. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഇപ്പൊ റീഅറേഞ്ച് ചെയ്തത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ I1 ന്റെ വാല്യൂ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം എന്താണ്? എനിക്ക് അവിടെ I1 വേണ്ട. കാര്യം അവിടെ I1 ഇല്ലാത്ത ഇക്വേഷൻ വേണം. എനിക്ക് ആവശ്യം അവിടെ ആരൊക്കെ വേണം? V1 I2 മാത്രം മതി. V1 I2 V2. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ V1 I2 മാത്രമല്ലേ വരുള്ളൂ. I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ. സോ അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. പുട്ട് C ഇൻ, ഞാൻ ഈ സൈഡിലോട്ട് ചെയ്യുവാണ്. നിങ്ങൾ അത് എഴുതി കഴിഞ്ഞാൽ എത്രയും വേഗം കോപ്പി ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ കുറച്ചുണ്ടാവും. ഓക്കെ, സോ പുട്ട് C ഇൻ B അല്ലേ? ശരി, പുട്ട് C ഇൻ B. പുട്ട് C ഇൻ B. ഇക്വേഷൻ C ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 3 × I1 ന്റെ വാല്യൂ എന്താണ്? 1/4 V1 - 3/4 I2 plus 5I2 = V2. Clear? So ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. 3/4 V1 - 9/4 I2, okay, plus 5I2 = V2. മനസ്സിലായി? ഇനി എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് ഉണ്ടല്ലോ ഇവിടെ. ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ 3/4 V1 തന്നെ എഴുതാം. = ഇവിടെ രണ്ടിടത്തും -I2 ഞാൻ കോമൺ എടുത്തു. -I2 × 9/4 - 5. 9/4 - 5 അപ്പൊ എത്ര കിട്ടും? 11 അല്ലേ? 11/4 -11/4 അല്ലേ? I2 = V2. സോ 3/4 V1 മൈനസ് ഇവിടെ ഒരു മൈനസ്, ഇത് ചെയ്യുമ്പോൾ ഒരു മൈനസ് വരില്ലേ? -11/4 എന്ന് വരും. സോ ആ മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ആവും. സോ +11/4 I2 = V2. കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലേ? നമ്മളെ V1 I2 = V2 അല്ലേ? V1 I2 = V2. ആ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണ്? ഏതൊക്കെയായിരിക്കും? കമ്പയർ വിത്ത്, ഇതിനെ D എന്ന് വിളിക്കുക. D ആരായിട്ട് കമ്പയർ ചെയ്യണം? സോറി, എവിടെയാണ്? D കിട്ടി. ഓക്കെ, D ആരായിട്ട് കമ്പയർ ചെയ്യണം? നമ്മൾ ജനറൽ ഇക്വേഷനിലെ Y ആയിട്ട് കമ്പയർ ചെയ്യണം അല്ലേ? Y ആയിട്ട്. അപ്പൊ D can be compared with Y. So we get ആരൊക്കെയാണ്? G21 അതാണ് 3/4. G22 അതാണ് 11/4. ഓക്കെ അല്ലേ? ഫൈനലൈസ് ചെയ്ത മെട്രിക്സ് എഴുതാമല്ലോ. ആരൊക്കെയാ വരുന്നത്? 3/4, 11/4. മറ്റു മുകളിലത്തെ രണ്ട് വാല്യൂസ് ഏതൊക്കെയാണ്? 1/4 - 3/4.
1/4 മൈനസ് 3/4. 1/4 മൈനസ് 3/4. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആ മെട്രിക്സ് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുവാണെങ്കിൽ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും കേട്ടോ. ചില കേസുകളിൽ ഓരോ പ്രോബ്ലം ഓരോ രീതികളിലായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഏത് നമ്മൾ ഷോർട്ട് ഓപ്പൺ ആക്കി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബിടെക്കിന് മിക്കവാറും എല്ലാ കോളേജിലും പഠിപ്പിക്കുന്ന ആ ഒരു മെത്തേഡ് ആയിരിക്കും ഫോളോ ചെയ്യുക. ചില കോളേജിൽ ഇതിന് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യും. പക്ഷെ ഇതൊരു യുണീക് മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. കാരണം ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഈ പരിപാടി ചെയ്യുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ബിടെക് പോലെയല്ല, നമുക്ക് സ്റ്റെപ്പിന് മാർക്കൊന്നും കിട്ടത്തില്ല. സോ സ്റ്റെപ്പ് നമ്മൾ അധികം കുറയ്ക്കുകയാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾ കഴിയുന്ന ഷോർട്ട് കട്ട് എഴുതിയിട്ട് അവിടുന്ന് പിന്നെ ഡയറക്റ്റ് കമ്പയർ ചെയ്താണ് എഴുതുന്നത്. ഓക്കെ, ഇത് എന്തായാലും വലിയ സമയം എടുക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു ടൈപ്പ്. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞെങ്കിൽ അടുത്ത ഹെഡിങ് കൊടുക്കുക, ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ഇത്ര എഴുതി കഴിഞ്ഞെങ്കിൽ അടുത്ത ഹെഡിങ് കൊടുത്തോളാം. ഇത് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം, വേഗം കംപ്ലീറ്റ് ചെയ്യാം. അത് കുറച്ച് ഫോർമുലാസ് പറഞ്ഞുതരാം. ഓക്കെ, അത് നിങ്ങൾ എല്ലാം പഠിക്കണമെന്നില്ല. എല്ലാ ഫോർമുലാസും പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഒരു മിനിമം ഒരു 6 വരത്തില്ല, 5 പഠിച്ചാൽ മതി. 5 ഫോർമുലാസ് പഠിച്ചാൽ മതി. ഓക്കെ, അത് ഇച്ചിരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്, കാര്യം പലതും പല രീതിയിലാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരുപാട് ചെറിയ ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിയോ, ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു കോർഡിനേറ്റർ. സോ അതില് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സെക്കൻഡ്, ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ABCD തന്നേക്കുവാണ്. ABCD പാരാമീറ്റർ തന്നേക്കുവാണ്. നിങ്ങൾക്ക് അവിടെ Y പാരാമീറ്റർ കണ്ടുപിടിക്കാൻ ചോദിക്കുവാണ് അല്ലെ? അപ്പൊ അതിന് സെർട്ടൻ ഫോർമുലാസ് ഉണ്ട്, മനസ്സിലായി? അതേപോലെ H പാരാമീറ്റർ എന്ന് കഴിഞ്ഞാൽ G കണ്ടുപിടിക്കാൻ, H പാരാമീറ്റർ എന്ന് കഴിഞ്ഞാൽ Y കണ്ടുപിടിക്കാൻ, അങ്ങനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്ഷന് ഫോർമുലാസ് ഉണ്ട്. ഏകദേശം ABCD, Z ഇൻവേഴ്സ്, H ഇൻവേഴ്സ്, Y, ഏകദേശം 60ഓളം ഫോർമുലാസ്, 60ഓളം ഫോർമുലാസ് പഠിക്കേണ്ടി വരും. പക്ഷെ അതിന്റെ ഒരു ആവശ്യമില്ല, അതിന്റെ എല്ലാം പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആകെപ്പാടെ പഠിക്കേണ്ട എന്താണ്, ഈ ഞാൻ പറഞ്ഞ ഒരു 5 ഫോർമുലാസ് ഓർത്ത് വെച്ചിരിക്കുക. കാര്യം തമ്മിലുള്ള റിലേഷൻസ് പഠിക്കണമെങ്കിൽ ഇത്രയും ഫോർമുല പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു സർക്യൂട്ട് തന്ന ഇങ്ങനെ ഒരു സർക്യൂട്ട് തരുവാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ, ശ്രദ്ധിക്കുക, ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏത് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും? 1, 2, 3 എന്നൊക്കെയാണ്. ഏറ്റവും എളുപ്പത്തിൽ ഏത് പാരാമീറ്റർ ആണ്? Z പാരാമീറ്റർ ആണ്. കാരണം എന്താണ്, രണ്ടിന്റെ മെഷ് ഇക്വേഷൻ എഴുതുന്നതാണ് Z പാരാമീറ്റർ അല്ലേ? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എന്തുവാണ്? 3i1 അല്ലെ? 3i1 plus 2i2 equal to v1. സോ അതേപോലെ 2i1 plus 5i2 equal to v2. കറക്റ്റ് അല്ലേ? ഇതാണ് Z11, Z12, Z21, Z22. ഇപ്പൊ ഏതൊരു സർക്യൂട്ട്, ഇത് വളരെ സിമ്പിൾ ആയിട്ട് ജനറൽ ആയിട്ട് വരുന്ന സർക്യൂട്ട്. അതേപോലെ ഏത് സർക്യൂട്ട് ആയാലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതാണ്? Z പാരാമീറ്റർ. ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് Z പാരാമീറ്റർ ഒരു സർക്യൂട്ടിന്റെ തന്നേക്കുവാണെങ്കിൽ, ഈ സർക്യൂട്ടിന്റെ തന്നെ അവർ ചോദിക്കുവാണ്, ഈ സർക്യൂട്ടിന്റെ H പാരാമീറ്റർ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് നിങ്ങൾ എല്ലാത്തിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ മറന്നുപോയി. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് Z പാരാമീറ്റർ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്റർ റിലേഷൻഷിപ്പിൽ ഞാൻ ഒരു 5 ഫോർമുല പഠിപ്പിക്കും. ആ 5 ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ABCD കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് Z കിട്ടും. Z ഇന്ന് ABCD കണ്ടുപിടിക്കുന്നതും, ABCD അല്ല നമ്മൾ പറഞ്ഞ ഹൈബ്രിഡ്. ഓക്കെ, അങ്ങനെ ഏത് കണ്ടുപിടിക്കാം? Z ഇന്ന് Y കണ്ടുപിടിക്കാം, Z ഇന്ന് H കണ്ടുപിടിക്കാം, Z ഇന്ന് ABCD കണ്ടുപിടിക്കാം, Z ഇന്ന് G കണ്ടുപിടിക്കാം. ഇനി ഇതിന്റെ ഇൻവേഴ്സ് ഒക്കെ ഉണ്ട്, H ന്റെ ഇൻവേഴ്സ്, ABCD ഇൻവേഴ്സ് എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇസഡിൽ നിന്ന് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അതിന്റെ ഫോർമുലാസ് മാത്രമേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ഈ പറയുന്ന എല്ലാ ടൈപ്പും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഈ പറയുന്ന എല്ലാ കേസും, കാര്യം ഒരുപാട് ഫോർമുലാസ് വരും, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്,
ഓരോന്നായിട്ട് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് ഇസഡ് പാരാമീറ്റർ ഈസി ആണല്ലോ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഏത് സർക്യൂട്ടിന്റെയും. യെസ്, ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ ഇസഡ് പാരാമീറ്റർ കണ്ടുപിടിക്കാം. മാത്രമല്ല ഈ 5 ഫോർമുലാസ് ഓർത്ത് വെച്ചേക്കാം. നോക്കി, ഇസഡ് പാരാമീറ്റർ തന്നിട്ടുണ്ട്, അവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വൈ പാരാമീറ്റർ. ഇസഡ് പാരാമീറ്റർ തന്നിട്ട് വൈ പാരാമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് പറയുവാണെങ്കിൽ, അതായത് നോക്കിയേ, Z11, Z12, Z21, Z22 ഇത്രയും തന്നിട്ടുണ്ട്. അവിടുന്ന് വൈ പാരാമീറ്റർ കണ്ടുപിടിക്കാം. വൈ പാരാമീറ്ററിൽ ആരൊക്കെ വരുന്നത്? വൈ പാരാമീറ്ററിൽ Y11, Y12, Y21, Y22 ഇത്രയും പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഫോർമുല, ഇപ്പൊ നിങ്ങൾക്ക് ആരാ നോൺ വാല്യൂ? ഇത് നിങ്ങൾക്ക് നോൺ വാല്യൂ ആണ്. ആ നോൺ വാല്യൂ വെച്ച് ഈ അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്. ശ്രദ്ധിക്കുക, അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z22 by delta Z. ഡെൽറ്റ Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വരച്ച മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഓക്കെ, മൈനസ് Z12 by delta Z. ഓക്കെ, അതേപോലെ മൈനസ് Z21 by delta Z. ഇവിടെ വരുമ്പോഴേ Z11 22 അല്ലേ, Z11 by delta Z. ഇതായിരിക്കും അവിടുത്തെ ഫോർമുല. Y1ന്റെ വാല്യൂ എന്താണ്? ഇതാണ് Y1. ഓക്കെ, ഒന്ന് കോപ്പി ചെയ്യുക, തെറ്റാതെ കോപ്പി ചെയ്യുക. ഓക്കെ, തെറ്റാതെ കോപ്പി ചെയ്തെടുക്കുക. ഇതാണ് നിങ്ങളുടെ വൈ പാരാമീറ്റേഴ്സ്. ഇത് ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ചെറിയ ഇത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല, കാര്യം ചെറിയ ടോപ്പിക്കാണ്. ഇത് കോപ്പി ചെയ്യുക, ശ്രദ്ധയോടെ കോപ്പി ചെയ്യണം, തെറ്റുണ്ടാകാൻ പാടില്ല. ഓക്കെ, യെസ്. ഞാൻ നിങ്ങൾക്ക് ആ 60 ഫോർമുല വേണമെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, വേണമെങ്കിൽ, ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം, ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ ഓക്കെ ഇസഡ് പാരാമീറ്റർ എന്ന് അവിടെ നിന്ന് y കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഞാനിപ്പം എഴുതിയിട്ടുള്ളത്. യെസ്, കറക്റ്റ് ആണ്, വേറെ കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത് ഇസഡ് പാരാമീറ്റർ തന്നിട്ട് ABCD ചോദിക്കും, അതായത് T പാരാമീറ്റർ. ABCD പാരാമീറ്ററിന്റെ മറ്റൊരു ഫോർമുല പേരാണ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ T പാരാമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഗിവൺ വാല്യൂ എന്താണ്? ഇസഡ് പാരാമീറ്റർ Z11, Z12, Z21, Z22 നിങ്ങൾ അറിയായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ABCD കണ്ടുപിടിക്കണമെങ്കിൽ ഇത് A, ഇത് B, ഇത് C, ഇത് D. ABCD കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല ഇതാണ്. ഇസഡ് പാരാമീറ്ററിന് ABCD ആണെങ്കിൽ T പാരാമീറ്റർ. സോ അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് Z11 by Z21, അടുത്ത ഡെൽറ്റ Z by Z21, ഇവിടെ വരുന്നത് 1 by Z21, ഇവിടെ വരുന്നത് Z22 by Z2. ഓക്കെ, ഇതായിരിക്കും ഫോർമുല. എങ്ങനെയാണ്? Z11 by Z21, ഡെൽറ്റ Z by Z21, 1 by Z21, Z22 by Z21. ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് പ്രതീക്ഷിക്കാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇത് ചോദിക്കുമെന്നല്ല, കാരണം പ്രീവിയസ് ഇയറിൽ നിന്നൊക്കെ മാറിയിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് ക്വസ്റ്റ്യൻ വരുന്നത്. കാര്യം 1-2 കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ എക്സാംസിനൊക്കെ ഇന്ന് 2ാം തീയതി കഴിഞ്ഞ എക്സാമിനൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ നിന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പവർ ഇലക്ട്രോണിക്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിന് അകത്തുനിന്ന് കയറി ചോദിച്ചേക്കുവാണ്. സോ ആ ലെവല് മാറി ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ലെവല് മാറിയിട്ടുണ്ട്. ഓക്കെ, ഗ്രേഡ് 2 ആണെങ്കിലും അതിന് ലെവല് അത്യാവശ്യം മാറിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പാറ്റേണിൽ. സോ അപ്പോ നമുക്ക് ഇതെല്ലാം പ്രതീക്ഷിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ മാത്രം ഇത് പഠിച്ചാൽ മതി. ഞാൻ പറയുന്നത് എല്ലാം കൂടെ കുത്തിക്കയറ്റേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ 60 ഇക്വേഷൻ പഠിക്കുന്ന 5 എണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ എത്രയായി? 2 എണ്ണമായി അല്ലേ? ഇനി ഒരു 3 എണ്ണം കൂടെ. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത് ഇസഡ് പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് inverse transmission parameter or inverse ABCD parameter. So Z11, Z12, Z21, Z22. ഇതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? A', B', C', D'. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്തുമായിരിക്കും? ഇത് പഠിച്ചാൽ ഇത് എളുപ്പമായിരിക്കും. ഒരു കമ്പയർ ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. വേണമെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞത്? Z22 by Z12, ഡെൽറ്റ Z by Z12. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ 1 വരെയാണെങ്കിൽ ഇവിടെ 22, ഇവിടെ 21 വരെയാണെങ്കിൽ ഇവിടെ 12.
So 1 by Z12 into Z11 by Z12. അത് രണ്ടും കമ്പയർ ചെയ്യാം. അതേപോലെ തന്നെ Hന്റെ ഇത് മനസ്സിലായി? ഓക്കെ, ഒന്നുകൂടെ നോക്കട്ടെ. Z22 by Z12 delta Z by Z12. Okay, so 1 by Z12 Z11 by Z12. Okay, കോപ്പി ചെയ്യാം. Z പാരാമീറ്റർ എന്നിട്ട് അവിടുന്ന് ട്രാൻസ്മിഷൻ പാരാമീറ്റർ, ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ്. ഓക്കെ, ഓക്കെ, കോപ്പി ചെയ്യാം. ഇനി രണ്ട് ഫോർമുലയും കൂടെ. അതേതായിരിക്കും? ഇസഡിനെ H ആക്കാനായിട്ട്, ഇസഡിനെ H ആക്കാനായിട്ടുള്ള ഫോർമുല എന്തുമായിരിക്കും? അവൈലബിൾ ആയിട്ടുള്ള അറിയാലോ, Z11, Z12, Z21, Z22. ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ നിന്ന് കണ്ടുപിടിക്കണം H11, H12, H21, H22. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുള്ള ഫോർമുല എഴുതിക്കോണം. ഡെൽറ്റ Z by Z22, ഒരു സെക്കൻഡ്, Z22, delta Z by Z22, Z12 by Z22. ഓക്കെ, അടുത്ത് മൈനസ് Z21 by Z22, ഇവിടെ 1 by Z22. Z22 ആണ്, Z22 താഴെ എല്ലായിടത്തും Z22 ആണ്. ഇതായിരിക്കും, ഇവിടെ ഒരു മൈനസ് കൊടുക്കും. ഓക്കെ, ഡെൽറ്റ Z by Z22, Z12 by Z22 minus Z21 by Z22, 1 by Z22. ഒരു ഫോർമുലയും കൂടെ ഉണ്ട്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫോർമുല. ഏതാണ്? ഇസഡിനെ ബാക്കി ഏത് പാരാമീറ്റർ ആണോ കണ്ടുപിടിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് ബിടെക്കിന് പഠിച്ചപ്പോൾ നിങ്ങൾ ഇന്റർ റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതിയായിരുന്നു, അല്ലേ? അപ്പൊ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മറ്റേ ഇക്വേഷൻ, ആ ഇക്വേഷൻ, ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിക്കാതെ ഇത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഇതും നല്ലതാണ്. പക്ഷെ മറ്റേ ഇക്വേഷൻസ് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഏത്? ഇത് പഠിക്കുകയല്ലേ, അപ്പൊ നമുക്ക് ഇസഡ് പാരാമീറ്റർ കണ്ടുപിടിച്ച് ബാക്കിയെല്ലാം പഠിച്ചാൽ മതിയല്ലോ. മറ്റേ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ABCD Hനൊക്കെ പഠിപ്പിച്ച് വേണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. കാര്യം അത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അത് വെച്ചാലേ നമുക്ക് ഓപ്പൺ ഷോർട്ട് ഉള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഇത് രണ്ടും പറ്റുവാണെങ്കിൽ പഠിച്ചാൽ നല്ലത്. സോ ഇസഡിന്ന് H ഇൻവേഴ്സ്, അതായത് G പാരാമീറ്റർ. സോ Z11, Z12, Z21, Z22, അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളതാ? G11, G12, G21, G22. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ചെയ്യുമ്പോഴേ ഇതുമായിട്ട് കമ്പയർ ചെയ്താണെങ്കിൽ എഴുതാം കേട്ടോ. ഇത് നേരെ ഓപ്പോസിറ്റ് വരും, ഇത് മുകളിൽ പോകും. സോ 1 by Z11 minus Z12 by Z11, Z21 by Z11, ഇവിടെ വരുന്നത് ഡെൽറ്റ Z by Z11. എങ്ങനെയാണ്? 1 by Z11 minus Z12 by Z11, Z21 by Z11, ഡെൽറ്റ Z by Z11. ഓക്കെ, ഈ ഫോർമുലാസ് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടുപിടിക്കേണ്ട ഫോർമുലാസ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 ഫോർമുലാസും കൂടെ പറഞ്ഞുതരാം കേട്ടോ. കാര്യം ഇതിപ്പോ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും അവൈലബിൾ അല്ലേ, അത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും നിങ്ങൾ ഫോഴ്സ് ചെയ്യില്ല, ഓർത്തിരിക്കത്തില്ല. കാര്യം നിങ്ങൾ ഈ സബ്ജക്റ്റുകൾ നെറ്റ്വർക്കിന്റെ ഒരു എൻഡിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടായിരിക്കും എക്സാമിന് പോകുന്നത്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് മറക്കും. പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്ക് വെച്ച് പഠിക്കാനുള്ള ബുദ്ധിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം എന്ന രീതിയിലാണ് ഞാൻ അവൈലബിൾ ഡാറ്റ ആയതുകൊണ്ട് ഞാൻ തരുന്നത്. സോ ഇസഡ് പാരാമീറ്ററിൽ നിന്ന് ബാക്കി എല്ലാ പാരാമീറ്റർ കണ്ടുപിടിക്കാനും പഠിപ്പിച്ചു. ഇതുവരെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പോഴേ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആദ്യ കേസിൽ പറഞ്ഞ പോലെ പാരാമീറ്റർ തന്നേക്കും കേട്ടോ. പാരാമീറ്റർ അവിടുന്ന് H കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ എന്താണ് സംഭവം? പെട്ട് നമുക്ക് ഇസഡ് തന്നിരുന്നെങ്കിൽ H കണ്ടുപിടിക്കാൻ അറിയാം, ഫോർമുല നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ എഴുതി. അപ്പൊ നമ്മള് H തന്നേക്കാണെങ്കിൽ, അല്ലെ തന്നേക്കാണെങ്കിൽ എങ്ങനെ H കണ്ടുപിടിക്കും? തന്നേക്കുവാണെങ്കിൽ H കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്താക്കുക? ഇസഡിലോട്ട് കൺവെർട്ട് ചെയ്യുക. ഇസഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇസഡിന്ന് H കണ്ടുപിടിക്കാൻ അറിയാലോ. ബിടെക്കിന് ടീച്ചർമാർ പഠിപ്പിച്ചത് ഇങ്ങനെ തന്നെയാണ്, അല്ലേ? അവർ പഠിപ്പിച്ചത് ഇങ്ങനെയായിരിക്കും. കാര്യം യിൽ നിന്ന് ആദ്യം ഇസഡ് കണ്ടുപിടിക്കുക,
ഇസഡിന്ന് എച്ച് കണ്ടുപിടിക്കുക. അപ്പം പിന്നെ നമ്മൾ ഇസഡിന്ന് എച്ച് കണ്ടുപിടിക്കുന്ന ഫോർമുലയിലേ നമ്മൾ പഠിച്ചുള്ളൂ. ഇസഡിന്ന് ബാക്കിയുള്ള പാരാമീറ്ററുള്ള ഫോർമുലയിലും പഠിച്ചുള്ളൂ. യെസ്. അപ്പൊ ഇനി ഒരു 5 ഫോർമുലയാണ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഒയിൽ നിന്ന് ഇസഡ് കണ്ടുപിടിക്കുക, ടിയിൽ നിന്ന് ഇസഡ് കണ്ടുപിടിക്കുക, ടി ഇൻവേഴ്സിൽ നിന്ന് അപ്പൊ ബാക്കിയുള്ള പാരാമീറ്റേഴ്സിൽ നിന്ന്, അതേപോലെ ഹെച്ച് പാരാമീറ്ററിന് ഇസഡ്, ഹെച്ച് ഇൻവേഴ്സിൽ നിന്ന് ഇസഡ്, എല്ലാത്തിൽ നിന്നും ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു 5 ഫോർമുലയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ലേ ഇത് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാര്യം അറിയാം. കാര്യം എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 2-3 മണിക്കൂർ മെനക്കെടുവാണ്. നിങ്ങൾക്ക് അത് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഓർത്തിരിക്കും. ഏത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പഠിക്കുന്നത് നല്ലതാണ്, അറിവല്ലേ. ഇപ്പൊ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഏതെങ്കിലും ഒരു എക്സാമിന് നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു ഡേറ്റയും കൂടെ തരണം. അത്രയും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഫോർമുലാസ് ഉണ്ട്. മൊത്തം എത്ര ഫോർമുലയാണ്? 10 ഫോർമുലയാണ്. 10 ഫോർമുലയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 10 ഫോർമുല. ജസ്റ്റ് അപ്പൊ നമുക്കിത് നോക്കാം. ഓയിൽ നിന്ന് ഇസഡ് കണ്ടുപിടിക്കാം. ഓരോന്നായിട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ സെയിം പാറ്റേണിൽ നമുക്ക് വരാം. ഇതുവരെ കംപ്ലീറ്റ് ആയല്ലോ? ഓക്കെ, ക്ലിയർ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനി തിരിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഓയിൽ നിന്ന് ബാക്കി ഇസഡ്, ടിയിൽ നിന്ന് ഇസഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത് പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ ഓയിൽ നിന്ന് ഇസഡ് കണ്ടുപിടിക്കുന്ന വരും. ഒയ് ടു ഇസഡ്. അപ്പൊ ഞാൻ ഫോർമുല മാത്രമേ എഴുതുന്നുള്ളൂ. ആര് അവൈലബിൾ ആണ്? ഒയ് അവൈലബിൾ ആണ്, ഇസഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ആദ്യത്തെ കേസിൽ വേണമെങ്കിൽ എഴുതാം OY11, OY12, OY22, സോറി OY21, OY22. ഇത്രയും വാല്യൂസ് നമുക്കറിയാം. അവിടെ നിന്ന് ഇസഡ് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ ഫോർമുല എഴുതിക്കോണം. OY22 ബൈ ഡെൽറ്റ വൈ മൈനസ് OY12 ബൈ ഡെൽറ്റ വൈ. ഇവിടെ വരുമ്പോ മൈനസ് OY21 ബൈ ഡെൽറ്റ വൈ, ഇവിടെ OY11 ബൈ ഡെൽറ്റ വൈ. ഈ ഫോർമുല ഓർത്ത് വെച്ചു. യെസ്. നെക്സ്റ്റ് ഓക്കെ, ആരാണ് ഇത്? ഒയ് അല്ലേ. അടുത്ത് ടി, ട്രാൻസ്മിഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ ABCD പാരാമീറ്റർ ഇസഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. എങ്ങനെ കണ്ടുപിടിക്കും ഇസഡ് എന്ന് പറയുന്നത്? അതിനൊരു ഫോർമുലാസ് ഉണ്ട്. സോ A/C, ABC ആണ്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ABCD ആണ്. സോ A/C. സോ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABCD ട്രാൻസ്മിഷൻ പാരാമീറ്ററിന്റെ ഡിറ്റർമിനന്റ്. സോ ഡെൽറ്റ ടി ബൈ സി. ഇവിടെ എന്താണ്? 1/C. ഇവിടെ വരുമ്പോൾ D/C. ഓക്കെ, ഇതാണ് ഈ ട്രാൻസ്മിഷനിൽ നിന്ന് ഇസഡ് കണ്ടുപിടിക്കാനായിട്ട്. അടുത്ത ആരാണ്? ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷനിൽ നിന്ന് ഇസഡ് കണ്ടുപിടിക്കണം. സോ ഇസഡ് എന്ന് പറയുന്നത് അവിടെ എന്തുമായിരിക്കും? ഇൻവേഴ്സ് ട്രാൻസ്മിഷനിൽ നിന്ന് ഇസഡ് കണ്ടുപിടിക്കാനായിട്ട് D' ബൈ C'. കാര്യം അവിടെ ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ A', B', D' ആണ്, C', D' ആണ്. സോ D' ബൈ C'. ഇവിടെ എന്തുമായിരിക്കും? A' ബൈ C'. ഇത് അങ്ങോട്ട് പോകും. 1/C'. ഡെൽറ്റ ടി ബൈ C'. ഡെൽറ്റ ടി ഡാഷ് ബൈ C'. ഓക്കെ, ഡെൽറ്റ ടി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ്. കോപ്പി ചെയ്യുക. നെക്സ്റ്റ് ഹൈബ്രിഡ് ടു ഇസഡ്. H2 ഇസഡ്. ഇസഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല, ഇസഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ H ബൈ H22, H12 by H22, H21 by H22, 1 by H22. ഒരു മൈനസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് ചെക്ക് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്. ഏതാ? ഇസഡിൽ നിന്ന് Hൽ നിന്ന് ഇസഡ് കണ്ടുപിടിക്കുന്നല്ലേ? യെസ്, ഒരു മൈനസ് ഉണ്ട് കേട്ടോ. ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, ഇതായിരിക്കും അതിന്റെ ഫോർമുല. യെസ്. അടുത്ത് ജി പാരാമീറ്ററിൽ നിന്ന്, അതായത് ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ ആയ ജി പാരാമീറ്ററിൽ നിന്ന് ഇസഡ് കണ്ടുപിടിക്കും.
സോ ഇസഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? അവൈലബിൾ ആയിട്ടുള്ളത് ജി ആണ്. സോ അതിന്റെ ഫോർമുല എന്താണ്? 1/G11 minus G12 by G11 G21 by G11 delta G by G11. ഇതാണ് അതിന്റെ ഫോർമുല. ഓക്കെ, ഇനി ഏത് പാരാമീറ്ററിൽ നിന്ന് ഏത് പാരാമീറ്ററിലോട്ടോ നമുക്ക് കണ്ടുപിടിക്കാം. തർക്കമില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഫോർമുലാസ് എഴുതുക. ഓ, ടീയുടെയും ടി ഡാഷിന് ഇത് എടുത്തോ. ഞാൻ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരാം കേട്ടോ. ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നിങ്ങളത് നോക്കിയാൽ മതി. യെസ്, അത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചേക്കാം. ഓക്കെ, ശരി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇൻവേഴ്സ് ഹൈബ്രിഡ് വേണം. ഇൻവേഴ്സ് ഹൈബ്രിഡ് ഓക്കെ, ശരി. എഴുതിക്കോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതാം. നിങ്ങൾ എഴുതിക്കോ. അത് എഴുതിയിട്ട് എഴുതിയാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് it is given that I1 equal to 0.5 V1 minus 0.2 V2. Also I2 equal to minus 0.2 V1 plus V2. Find Y parameter, Z parameter and ABCD parameter. അത് എഴുതി കഴിഞ്ഞെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ചിന്തിക്കുക ഏത് മെത്തേഡിൽ എങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒരു 30 സെക്കൻഡ്സ് തരാം. 4 ദിവസം ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് തന്നേക്കുന്നത് നോക്കാം. ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് തന്നേക്കുന്നത് നോക്കാം. y പാരാമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആണെന്ന് ഞാൻ പറയും. കാരണം നമുക്കറിയാം I1 equal to y11 v1 plus y12 v2, I2 equal to y21 v1 plus y22 v2. സോ നമുക്ക് തന്നേക്കുന്ന പാരാമീറ്റർ ഏതാണ്? y പാരാമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അവർ തന്നേക്കുന്നത്. മുകളിലോട്ടുള്ള എഴുതിയിട്ടുണ്ടാവും. ഞാൻ താഴോട്ടുള്ളത് എറൈസ് ചെയ്യുവാണ്. ഓക്കെ അല്ലേ അത്? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ. തന്നേക്കുന്ന വാല്യൂസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ പാരാമീറ്റർ കിട്ടും അല്ലേ? കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? y1 എന്ന് പറഞ്ഞാൽ ആരാണ്? കാര്യം കോഎഫിഷ്യന്റ് എല്ലാം സെയിം ആണ്, വേരിയബിൾ എല്ലാം സെയിം ആണ്. I1 V1 V2, ഇവിടെ I1 V1 V2. സോ y1 എന്ന് പറഞ്ഞാൽ ഇതാണ്, y12 എന്ന് പറഞ്ഞാൽ ഇതാണ്, y21 എന്ന് പറഞ്ഞാൽ ഇതാണ്, y22 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. 1 ഉണ്ട് അല്ലേ? വെറും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ 1 അല്ലേ? സോ 1 ആണ്. സോ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതി കൂടെ 4 പാരാമീറ്റേഴ്സ്. സോ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഞാൻ y പാരാമീറ്റർ എഴുതുവാണ്. y1 പകരം 0.5 മൈനസ് 0.2, അടുത്ത് വരുന്നത് വീണ്ടും മൈനസ് 0.2, അടുത്ത് വരുന്നത് 1, മൈനസ് 0.2, അടുത്ത് വരുന്നത് 1. സോ ഇതാണ് നമ്മുടെ y പാരാമീറ്റർ. അപ്പൊ ഫസ്റ്റ് നമ്മൾ y കണ്ടുപിടിച്ചല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഒരു ഇക്വേഷൻ എന്നിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും പാരാമീറ്റർ അല്ലെ? അവർ ഉദ്ദേശിക്കുന്നത് എന്തുവാണ്? മോസ്റ്റ്ലി അത് ഏത് പാരാമീറ്റർ ആയിരിക്കും? ABCD പാരാമീറ്റർ ആയിരിക്കും. അതാണ് അവർക്ക് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. ABCDയോ ഇൻവേഴ്സ് ABCD പാരാമീറ്റർ അതാകുമ്പോഴായിരിക്കും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. കാര്യം ഒരു മൈനസ് വരുന്നുണ്ട്, ഓർമ്മയുണ്ടല്ലോ? ഒരു മൈനസ് വരുന്ന ഇക്വേഷൻസ് പറഞ്ഞത് എങ്ങനെയാ വരുന്നത്? ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സപ്പോസ് V1 equal to 5 V2 പ്ലസ് 3 എന്തോ വരുന്നേ I1, 3 I2. I1 equal to 6
റെസിപ്രോക്കൽ വേറെ ഒന്നും നോക്കില്ല, ഞാൻ ചുമ്മാ ഒന്ന് റഫായിട്ട് പറയുവാണ്. 15 സോ ഇങ്ങനെ വരുവാണെങ്കിൽ ഏത് പാരാമീറ്റർ ABCD ചോദിക്കുവാണ് നിങ്ങളടുത്ത്, ABCD പാരാമീറ്റർ അല്ലേ? ABCD പാരാമീറ്റർ ചോദിക്കുവാണെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് അറിയാം ഇത് ABCD ഇക്വേഷൻ ആണ്, ജനറൽ ഇക്വേഷൻ ആണ്. ABCD ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും ABCD പാരാമീറ്ററിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, ഇവിടെ എന്തോ എഴുതും, -3 എഴുതിയാലേ കറക്റ്റ് ആവുള്ളൂ. കാര്യം ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ എന്താ പറഞ്ഞത്, അവിടെ മൈനസ് ആണ്. എന്നാലേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് വരും. ഓക്കെ, ക്ലിയർ? അതുപോലെ ഇവിടെ 6, ഇവിടെ എന്ത് വരും, -15 എഴുതോ 15 എഴുതോ 15 എഴുതോ. ഓക്കെ, ഞാൻ ജസ്റ്റ് റഫായിട്ട് പറഞ്ഞതാണ് വാല്യൂസ്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്ത് ഇക്വേഷൻ മനസ്സിലാക്കി ഏതിന്റെയാണോ അതിന്റെ ഇക്വേഷൻസ് എഴുതാൻ നോക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് അതേ ഇപ്പൊ ഒയ് പാരാമീറ്റർ നമ്മൾ എഴുതില്ലേ, ഒയിരാണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ നിന്ന് ഒയിര പാരാമീറ്റർ കമ്പയർ ചെയ്ത് ഡയറക്റ്റ് അത്രയും മാത്രം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ ഇത് ബിടെക്കിൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അവിടുന്ന് ഇസഡും ABCD ചോദിച്ചേക്കുവാണ്. ഞാനിപ്പോ ഇസഡ് മാത്രം ഒന്ന് ചെയ്യുവാണ് കേട്ടോ, ഇസഡ് മാത്രം ഒന്ന് ചെയ്യുവാണ്. കാര്യം നമുക്ക് സമയമില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഒയ് പാരാമീറ്ററിൽ നിന്ന് ഇസഡ് പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒയ് ടു ഇസഡ് യെസ്, ഫസ്റ്റ് ഫോർമുല ആണ് ഒയ് ടു ഇസഡ്. ഇത് OY22 ബൈ ഡെൽറ്റ ഇതല്ലേ, ഇതെല്ലാം എടുക്കണ്ടേ, ഡെൽറ്റ ഒയ്. പിന്നെ ആരൊക്കെ ഉണ്ട് അത് ജസ്റ്റ് നോക്കാം. എവിടെയാണ് OY2Z? യെസ്, നോക്കിയേ, ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ആയിട്ട് തന്നെ എഴുതാം. അപ്പൊ നമുക്ക് ഒയ് അവൈലബിൾ ആണ് അല്ലേ, OY22 ബൈ ഡെൽറ്റ ഒയ്, OY12 ബൈ ഡെൽറ്റ. ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റ് ആണോ നോക്കുക. OY12 ബൈ ഡെൽറ്റ ഒയ്, പിന്നെ വരുന്നത് OY21 ബൈ ഡെൽറ്റ ഒയ്, അടുത്ത് വരുന്നത് OY11 ബൈ ഡെൽറ്റ ഒയ്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കുക, മൈനസ് ഒന്നും ഇല്ലല്ലോ, ഒരു മൈനസ് ഉണ്ട് അല്ലേ? യെസ്, ഇവിടെ മൈനസ് ഉണ്ട്. യെസ്, അപ്പൊ രണ്ടിടത്ത് മൈനസ് ഇട്ട് കൊടുക്കാം. ഇവിടെയും. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മളെ ഇക്വേഷൻ. എങ്ങനെയാ ചെയ്യുക? നമുക്ക് കിട്ടിയ ഒയ് പാരാമീറ്റർ ഇവിടെ കിടപ്പുണ്ട് അല്ലെ, ഒയ് ഇവിടെ കിടപ്പുണ്ട്. അവിടുന്ന് ഇസഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് OY22ന്റെ വലിയ എന്ത് വേണം, ഞാനിവിടെ വേറൊരു കളറിൽ എഴുതരാം. ഇതാണ് OY11, OY12, OY21, OY22. OY22ന്റെ വലിയ ഉണ്ട് ഇവിടെ, അത് നീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ ഒയ് എന്ന് കണ്ടുപിടിച്ചു, കാര്യം എല്ലായിടത്തും ഡെൽറ്റ വേണ്ട. ഇതിന്റെ ഡെൽറ്റ ഒയ് ഏതിനായിരിക്കും, 1 × 0.5 മൈനസ്, ഇത് രണ്ട് മൾട്ടിപ്ലൈ പ്ലസ് ആണ്, സോ 0.04 അല്ലേ? സോ അതിന് സബ്ട്രാക്ട് ചെയ്യുക. അതിന്റെ വാല്യൂ ഡെൽറ്റ ഒയുടെ വാല്യൂ എന്തോ ആയിരിക്കും, എത്ര കിട്ടൂടാ, 0.5 ഒരു സെക്കൻഡ്, 0.5 മൈനസ് 0.04, 0.5 മൈനസ് 0.04, 0.46. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു സെക്കൻഡ്. നമ്മൾ എഴുതിയ കറക്റ്റ് അല്ലേ? ഇതിൽ അതിന്റെ വാല്യൂസ് തന്നിരിക്കുന്നത് യെസ് കറക്റ്റ് ആണ്. 0.46 തന്നെയാണ് ഡെൽറ്റ ഒയുടെ വാല്യൂ, 0.46. യെസ്, ഏതാ OY12 മൈനസ് 0.2. ആൾറെഡി മൈനസ് ഉണ്ടല്ലോ, ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇതല്ലേ, ഇത് പ്ലസ് ആവുമ്പോൾ മറ്റു മൈനസ് ഉണ്ടല്ലോ ഓൾറെഡി. ഓക്കെ അല്ലേ അച്ചു? ഹലോ, ഡെൽറ്റ ഒയ് എടുക്കുമ്പോഴേ 1 × 0.5 മൈനസ് 0.2 × 0.2, അത് പ്ലസ് ആവും. അപ്പൊ മൈനസ് ഉണ്ടല്ലോ അവിടെ അല്ലേ? പറഞ്ഞോ അച്ചു.
y12 അല്ല നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് വാല്യൂ അല്ലേ? കാര്യം നമ്മളെ ബേസിക് ഇക്വേഷൻ നോക്കിയേ പ്ലസ് ആണ്, അപ്പൊ മൈനസ് അതേപോലെ എടുക്കണ്ടേ? മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ? അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ പ്ലസ് ആണ് വരുന്നത്, സോ ഇവിടെ പ്ലസ് വരുന്നു, ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ മൈനസ് ആണ്. സോ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് വാല്യൂന്റെ എടുക്കും. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് വാല്യൂന്റെ എടുക്കും. ഓക്കെ, ഇത് മൈനസ് ആയതുകൊണ്ട് മൈനസ് വാല്യൂ എടുക്കും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇവിടെ നിന്നാണ് ഇവിടെ പ്ലസ് ആണ് വരുന്നത്, കറസ്പോണ്ടിങ് ഇവിടെ മൈനസ് വരുന്നു, സോ മൈനസ് വാല്യൂ എടുത്തു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം ഡെൽറ്റ വൈ കണ്ടുപിടിച്ചല്ലോ. ഇനി എന്താ ബാക്കി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡെൽറ്റ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ആയിരിക്കും കിട്ടുക? y22ന്റെ വാല്യൂ എന്തുമായിരിക്കും? 1 ആണ്, 1/0.46 മൈനസ് y12ന്റെ വാല്യൂ എന്തുവാ? -0.2 അല്ലെ? സോ ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് പോയിന്റ്, അപ്പൊ ഞാൻ മൈനസിനെ കൊടുക്കുകയാണ്, -0.2/0.46. ക്ലിയർ? ഓക്കെ, അപ്പൊ എന്നാൽ പ്ലസ് ആവില്ലേ? ഏതച്ചു? ഈ ഇക്വേഷനോ? ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടല്ലോ. അത് കറക്റ്റ് ചെയ്തേക്കേ. ഓക്കെ, ശരിയല്ലേ? ഓക്കേടാ, ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഇത് മിസ്റ്റേക്ക് എന്തെങ്കിലും കാണുകയാണെങ്കിൽ പറയണം കേട്ടോ. ചിലപ്പോൾ ഞാൻ ചെയ്തു വരുമ്പോൾ മിസ്റ്റേക്ക് വരും, അത് നിങ്ങൾ ഐഡന്റിഫൈ ആണെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ അടുത്ത വാല്യൂയും കൂടെ ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ ആണ്, മൈനസ് ഓഫ് y21. y21ന്റെ വാല്യൂ മൈനസ് പുറത്തുണ്ട്, മറ്റേ മൈനസ് ഇതിന്റെ മൈനസ് 0.2 കൂടെ ഇട്ടിട്ടുണ്ട് ബൈ 0.46. ഇവിടുത്തെ y1ന്റെ വാല്യൂ എന്താണ്? 0.5 ബൈ 0.46. ഇത്രയാണ് ആ മെട്രിക്സ്. നിങ്ങൾ അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, ഇത്രേ ഉള്ളൂ. ജസ്റ്റ് അത് എങ്ങനെ ചെയ്യും എന്ന്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ? എങ്ങനെ അതിൽ ഡെൽറ്റ വൈ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അത് കാണിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ, അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതിനകത്ത് ആൻസർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഇതിന്റെ ABCD പാരാമീറ്ററോടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആൻസർ പറഞ്ഞുതരാം. നിങ്ങൾ ഞാൻ പറഞ്ഞ ടെക്നിക്ക് വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഇസെഡ് പാരാമീറ്റർ അല്ലേ? ഓക്കെ, ഞാൻ അതിന്റെ വാല്യൂസ് ഒന്ന് എഴുതുവാണ്. ഇസെഡ് പാരാമീറ്റർ നിങ്ങൾ ചെയ്ത് നോക്കാം. ഞാനിപ്പോ ഇതിൽ കിടക്കുന്ന വാല്യൂ ഡയറക്റ്റ് എഴുതുവാണ്. ഇത് നമുക്ക് ചെയ്ത് സമയം കളയാൻ കുറച്ച് സമയമുള്ളൂ ഇനി കൂടെ. ഓക്കെ, ഇസെഡ് പാരാമീറ്റർ നിങ്ങൾ ഈ സംഭവം സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ കിടക്കുന്ന വാല്യൂസ് ചിലപ്പോൾ തെറ്റാവാം. സോ ഞാനിപ്പോ എഴുതുവാണ്. സോ 2.174, അടുത്ത വാല്യൂ 0.434, അടുത്ത വാല്യൂ 0.434, 1.087. സോ ഇതാണ് ഇസെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഇസെഡ് പാരാമീറ്ററിന്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ ഇസെഡ് പാരാമീറ്റർ ഉണ്ട്, ഒയ് പാരാമീറ്റർ ഉണ്ട്. ABCD കണ്ടുപിടിക്കണം. നിങ്ങൾ ഒയിൽ നിന്ന് ABCD കണ്ടുപിടിക്കോ, ഇസെഡിൽ നിന്ന് ABCD കണ്ടുപിടിക്കോ? ഞാൻ പറഞ്ഞു, ഒയിൽ നിന്ന് ABCD കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ല. കാര്യം അങ്ങനെ പഠിക്കുകയാണെങ്കിൽ എല്ലാം പഠിക്കേണ്ടി വരും. നമ്മൾ ഇസെഡിൽ നിന്ന് ABCD കണ്ടുപിടിക്കാനാണ് പഠിച്ചിട്ടുള്ളത്. സോ ഇസെഡ് പാരാമീറ്റർ അവൈലബിൾ ആണ്. അവിടെ നിന്ന് ABCD പഠിക്കേണ്ട ഫോർമുല ഞാൻ പഠിപ്പിച്ചല്ലോ, മുകളിലുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിലുണ്ടാവും. ആ ഫോർമുല വെച്ചിട്ട് നിങ്ങൾ ABCD കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് നിങ്ങളിപ്പോ കണ്ടുപിടിച്ചാണ്, നമ്മളിപ്പോ കണ്ടുപിടിച്ചാണ്. അവിടെ അതിന്റെ വാല്യൂസ് എഴുതിയിട്ടുണ്ട്, ഫൈനൽ ആൻസർ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടുമായിരിക്കും. നമ്മൾ ചെയ്തതിൽ വേറെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഇല്ല നിലവിൽ. ഓക്കെ, അതേപോലെ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുക ഏതുമായിട്ട്? ഇസെഡ് പാരാമീറ്ററിൽ നിന്ന് ട്രാൻസ്മിഷൻ പാരാമീറ്റർ, അതായത് ABCD പാരാമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ഫൈനൽ വാല്യൂ ഞാൻ ഒന്ന് പറയുവാണ്. ഓക്കെ, ഏതാണ്? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 5, 2.3, 2.4.
ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ പാരാമീറ്ററിന്റെ വാല്യൂ. അതായത് ABCD പാരാമീറ്ററിന്റെ വാല്യൂ ആണ് ഇപ്പൊ ഞാൻ എഴുതിയത്. നമ്മളത് കണ്ടുപിടിച്ചില്ല, ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു തന്നു. സോ ഇത്രയും കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതൽ എടുത്തേക്കാം. കാര്യം ഇന്ന് തന്നെ നമുക്ക് ആ 2 പോർട്ട് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. കാര്യം കുറെ ദിവസമായി നെറ്റ്വർക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നെക്സ്റ്റ് ക്ലാസ് 2 ക്ലാസ് മാക്സിമം 2 ക്ലാസ്സേ പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി കപ്പിൾഡ് സർക്യൂട്ട് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഷീൻസിലും എല്ലായിടത്തും നമ്മൾ ഡോട്ട് കൺവേർഷൻ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കപ്പിൾഡ് സർക്യൂട്ട് പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അടുത്ത ക്ലാസ് കഴിയുന്ന ലൈവ് തന്നെ കയറാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. അപ്പൊ അടുത്ത് ഇന്റർ കണക്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്. അടുത്ത ടോപ്പിക്ക് ഇന്റർ കണക്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്. ഒരു 10 മിനിറ്റ് കുറച്ച് ഫോർമുലാസ് മാത്രം, അത് എങ്ങനെയൊക്കെയാണ് അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് ആ ഫോർമുലാസ് മാത്രം, എങ്ങനെ ഇന്റർ കണക്ഷൻ ചെയ്യും. അതിൽ വരാനുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് കഴിയുന്നത് ചെയ്യുക. നമ്മൾ എല്ലാത്തരം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഡാറ്റ നിങ്ങളെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. PSC ലെവലിലുള്ള SSC ലെവലിലുള്ള. ഓക്കെ, സോ അതിൽ വേറെ അറിയേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾ കയ്യിലുള്ളതെല്ലാം ചെയ്ത് നോക്കുക. എപ്പോൾ ഡൗട്ട് ഉണ്ടായാലും സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, അയക്കുക. ഒരു സംശയമില്ല. നിങ്ങൾക്ക് സൊല്യൂഷൻ ഞാൻ അരമണിക്കൂർ, മാക്സിമം അരമണിക്കൂർ, അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ 1 മണിക്കൂർ, പുറത്താണെങ്കിൽ 1-2 മണിക്കൂറിനകത്ത് ഞാൻ അയക്കും. ഓക്കെ, സോ അടുത്ത് ഇത് എടുക്കാനോ സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് എടുത്താണല്ലോ. അടുത്ത ഹെഡിങ് ഇടുക, ഇന്റർ കണക്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്. 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 കണക്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്. യെസ്, അതായത് ഫസ്റ്റ് കസ്കേഡ് കണക്ഷൻ. ഈ കസ്കേഡ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പോർട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, പാരാമീറ്റർ ഒന്നും അറിയത്തില്ല, ഒരു 2 പോർട്ട് അല്ലെ. ഈ 2 പോർട്ടിലല്ലേ നമ്മൾ ബാക്കിയുള്ള പാരാമീറ്ററും. മറ്റൊരു 2 പോർട്ട് ഉണ്ട്. ഒരു 2 പോർട്ടിന്റെ ഔട്ട്പുട്ട് മറ്റേ 2 പോർട്ടിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഫസ്റ്റ് 1 എന്ന് വിളിക്കാം. ഇതിനെ രണ്ടാമത്തെ 2 പോർട്ട്, സെക്കൻഡ് പോർട്ട് 2. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കസ്കേഡ് കണക്ഷൻ എന്ന് പറയാം. ശ്രദ്ധിക്കുക, 2 2 പോർട്ടുകൾ കസ്കേഡ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഏത് പാരാമീറ്റർ ആണ്? Z പാരാമീറ്റർ ആണ്. അതായത് ഇവന്റെ Z പാരാമീറ്റർ കണ്ടുപിടിക്കാം. Z1 എന്ന് വിളിക്കാമല്ലോ, ഫസ്റ്റ് നെറ്റ്വർക്ക് ആയിട്ട് Z1 എന്ന് വിളിക്കുവാണ്. സോ അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ Z11, Z12, സോറി കസ്കേഡ് അല്ലേ, ഒരു സെക്കൻഡ്, കസ്കേഡ് സീരീസ്, സീരീസിലാണ്, സോറി ഇത് ABCD ആണ് കേട്ടോ, സോറി ഇതിൽ ABCD ആണ്. കസ്കേഡില് സീരീസിലാണ് Z പാരാമീറ്റർ, സോറി കസ്കേഡില് ABCD ആണ് കേട്ടോ. Z പാരാമീറ്റർ സീരീസ്, അത് ഞാൻ അടുത്ത് പറഞ്ഞുതരാം. കസ്കേഡ് കണക്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ABCD പാരാമീറ്റർ ആണ്, അതായത് ട്രാൻസ്മിഷൻ പാരാമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, അതായത് ഈ 2 പാരാമീറ്ററും കൂടെ കസ്കേഡ് കണക്ട് ചെയ്യുവാണെങ്കിൽ ഓവറോൾ 2 പോർട്ട് നെറ്റ്വർക്ക്, എങ്ങനെ ഇരിക്കും? ഇതാണ് ഓവറോൾ 2 പോർട്ട് നെറ്റ്വർക്ക്. ആ 2 പോർട്ട് നെറ്റ്വർക്കിന്റെ ഓവറോൾ 2 പോർട്ട് നെറ്റ്വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 പോർട്ടിന്റെയും ഏത് പാരാമീറ്റർ കണ്ടുപിടിക്കണം? T പാരാമീറ്റർ, അതായത് ട്രാൻസ്മിഷൻ പാരാമീറ്റർ ആയ ABCD പാരാമീറ്റർ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? 2 പാരാമീറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ ഇതിനെ T1 എന്ന് വിളിക്കാം, ഇതിനെ T2 എന്ന് വിളിക്കാം. 2 2 പോർട്സിന്റെയും ABCD പാരാമീറ്റർ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കാം, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ 2 പോർട്ടിന്റെ ട്രാൻസ്മിഷൻ പാരാമീറ്റർ കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ കസ്കേഡ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ട്രാൻസ്മിഷൻ. ഓക്കെ, അതിന്റെ ഫോർമുല ജസ്റ്റ് ഒന്ന് എഴുതിത്തരാം. ഓവറോൾ 2 പോർട്ടിന്റെ ABCD എന്ന് പറയുന്നത് എന്തുവായിരിക്കും? ഇതിപ്പോ ഫസ്റ്റ് പോർട്ട് ആയതുകൊണ്ട് A1 B1 C1 D1 into അത് ഫസ്റ്റ് 2 പോർട്ടിന്റെ ABCD. നിങ്ങൾ പ്രോബ്ലം ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അതായത് ഇത് ഒരുപാട് സമയം എടുക്കും ഇത് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇന്നിപ്പം പറ്റിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലായാലും ചെയ്യാം. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം, അതിനും തുടങ്ങാം. ഓക്കെ, സോ A1 B1 C1 D1. സോ
ഇവിടെ എന്തായിരിക്കും A2 B2 C2 B2. ഇതാണ് കാസ്കേഡ് കണക്ഷൻ ആണെങ്കിൽ രണ്ടിന്റെയും ABCD കണ്ടുപിടിക്കുക, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ, കാസ്കേഡ് കണക്ഷൻ. ഇനി അടുത്ത് പാരലൽ കണക്ഷൻ ആണെങ്കിലോ, അതായത് പാരലൽ കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും പാരലായിട്ട് കണക്ട് ചെയ്യുക? രണ്ട് 2 പോർട്ട് ഉണ്ട്, അതെങ്ങനെയാ പാരലായിട്ട് കണക്ട് ചെയ്യുക? ഇങ്ങനെയായിരിക്കും, അതായത് അത്രയും നീളം വേണ്ട. ഒരെണ്ണത്തിന്റെ ഇവിടെ നിന്ന് കണക്ഷൻ എടുത്ത് ഇവിടെ കണക്ട് ചെയ്യാം, മറ്റൊരിടത്ത് ഇവിടെ കണക്ട് ചെയ്യാം. അതേപോലെ ഇവിടെ കണക്ട് ചെയ്യുക. ഇതാണ് ആ 2 പോർട്ട് എന്ന് പറയുന്നത്. ഇത് ഓൺ, രണ്ട് പോർട്ടുകൾ പാരലൽ കണക്ട് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒയ് പാരാമീറ്റർ. പാരലൽ ആണെങ്കിൽ ഒയ് പാരാമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ട് രണ്ടിന്റെ ഒയ് പാരാമീറ്റർ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഇതിന്റെ ഒയ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിളിക്കുകയാണ്. ഫസ്റ്റ് പോർട്ടിന്റെ ഫസ്റ്റ് ടു പോർട്ട് നെറ്റ്വർക്കില് Y11 ഡാഷ് ഇട്ട് വിളിക്കുകയാണ് കേട്ടോ. Y11 ഡാഷ് ക്ലിയർ. Y12 ഡാഷ്, Y21 ഡാഷ്, Y22 ഡാഷ് അല്ലെ. അടുത്ത ഫോർ സെക്കൻഡ് ടു പോർട്ട് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? Y11 ഡബിൾ ഡാഷ്. ഓക്കെ, പ്ലസ് Y12 ഡബിൾ ഡാഷ് പ്ലസ് പ്ലസ് അല്ല, പ്ലസ് ഒന്നും ഇല്ല കേട്ടോ അവിടെ, പ്ലസ് ഒന്നുമില്ല. ഓക്കെ, Y21 ഡബിൾ ഡാഷ്, Y22 ഡബിൾ ഡാഷ്. ഡാഷ് ഇട്ട് മാറ്റി രണ്ട് പോർട്ടിന്റെ വ്യത്യസ്തമായിട്ട് അറിയാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഓവറോൾ 2 പോർട്ട് എന്ന് പറഞ്ഞതല്ലേ, അങ്ങനെ ഓവറോൾ 2 പോർട്ടിന്റെ 2 പോർട്ട് നെറ്റ്വർക്ക് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഏത് പാരാമീറ്റർ ആണ്? Y പാരാമീറ്റർ ആണ്. അപ്പൊ ഓവറോൾ 2 പോർട്ടിന്റെ Y11, Y12, Y21, Y22 ഇത് ഉദ്ദേശിക്കുന്നത് ഓവറോൾ ആണ്. ഓവറോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഓരോ എലമെന്റ്സും തമ്മിൽ ആഡ് ചെയ്യുക. ഇവനെ ആഡ് ചെയ്യുക, ഇവനെ ആഡ് ചെയ്യുക, ഇവനെ ആഡ് ചെയ്യുക. എഴുതി കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. ഓക്കെ, ഓർത്ത് വെച്ചിരുന്നാൽ മതി. Y11 ഡാഷ് പ്ലസ് Y11 ഡബിൾ ഡാഷ്, Y12 ഡാഷ് പ്ലസ് Y12 ഡബിൾ ഡാഷ്, Y21 ഡാഷ് പ്ലസ് Y22 ഡബിൾ ഡാഷ്, Y21 ഡബിൾ ഡാഷ്. തമ്മിൽ ആഡ് ചെയ്താൽ മതി. സോ Y21 ഡാഷ് പ്ലസ് Y21 ഡബിൾ ഡാഷ്, Y22 ഡാഷ് പ്ലസ് Y22 ഡബിൾ ഡാഷ്. ഇതാണ് അവിടുത്തെ ഓവറോൾ 2 പോർട്ട് അല്ലെ. ഓവറോൾ 2 പോർട്ടല്ലേ ഉള്ളൂ. ഓവറോൾ 2 പോർട്ടിലെ കണക്ഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് Y പാരാമീറ്റർ കണ്ടുപിടിച്ചിട്ട് ഓരോ എലമെന്റ്സും തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതുമായിട്ട് ആഡ് ചെയ്യുക, ഇതുമായിട്ട് ആഡ് ചെയ്യുക, ഇതുമായിട്ട് ആഡ് ചെയ്യുക, ഇതുമായിട്ട് ആഡ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് സീരീസ് കണക്ഷൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സീരീസ് കണക്ഷൻ. സോറി, അത് എഴുതിക്കോണേ. ഇതാണ് നമ്മളിപ്പോ എഴുതിയത് പാരലൽ കണക്ഷൻ. അടുത്ത സീരീസ് കണക്ഷൻ. സീരീസിൽ എന്തായിരിക്കും? ഇസഡ് പാരാമീറ്റർ ആണ്. അപ്പൊ സീരീസ് കണക്ഷൻ ആണ് പറയുന്നത്. ഇന്റർ കണക്ഷനിൽ ലാസ്റ്റ് വരുന്നത് സീരീസ്. പിന്നെ ഉണ്ട് സീരീസ് പാരലൽ സീരീസ് എന്നൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ട് പറയുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ, സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? യെസ്, ഇതാണ് സീരീസ് കണക്ഷൻ. ഇതാണ് ഒരു പോർട്ട്, ഇത് മറ്റൊരു പോർട്ട്. ഓക്കെ, ഇത് ഓവറോൾ പോർട്ട്, ഓവറോൾ 2 പോർട്ട്. ആ ഓവറോൾ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പൊ രണ്ട് നെറ്റ്വർക്ക് സീരീസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഇസഡ് പാരാമീറ്റർ കണ്ടുപിടിക്കുക. സോ ഇത് സെക്കൻഡ്. ഫോർ ഫസ്റ്റ് പോർട്ട്, ഫസ്റ്റ് 2 പോർട്ട് നെറ്റ്വർക്ക് നമ്മൾ എന്താ കണ്ടുപിടിക്കണേ? ഇസഡ് പാരാമീറ്റർ. സോ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Z11 ഡാഷ്, ഇവിടെ അത് തന്നെ പരിപാടി. Z11 ഡാഷ്, Z11 ഡാഷ്, Z12 ഡാഷ്, Z21 ഡാഷ്, Z22 ഡാഷ്. ഫോർ സെക്കൻഡ് 2 പോർട്ട് അതിന്റെ വാല്യൂ എന്തായിരിക്കും?
z on double dash plus z on 2 double dash. So z2 on double dash plus വേണ്ട കേട്ടോ, പ്ലസ് പിന്നീട്. ഓക്കെ, z22 ഡബിൾ ഡാഷ് കറക്റ്റല്ലേ? 1 on 1 2 2 on 2 2. ശരി, അപ്പം ഇത് രണ്ട് കേസിനായിട്ട് ഞാൻ എഴുതി. രണ്ട് ടു പോർട്ടിന് z പാരാമീറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താണ് ഓവറോൾ ടു പോർട്ടിന്റെ z പാരാമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ z12 z11 z21 z22 കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഓവറോൾ ആണ്. ഓവറോൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓവറോൾ ടു പോർട്ടിന്റെ z പാരാമീറ്റർ കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? ഇത് തമ്മിൽ നേരത്തെ ചെയ്ത പോലെ ഓരോ എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക. നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ. സോ എന്താ കിട്ടുക? z11 ഡാഷ് പ്ലസ് z11 ഡബിൾ ഡാഷ്. അടുത്ത എലമെന്റ് എന്താണ്? z12 ഡാഷ് പ്ലസ് z12 ഡബിൾ ഡാഷ്, z21 ഡാഷ് പ്ലസ് z21 ഡബിൾ ഡാഷ്, z22 ഡാഷ് പ്ലസ് z22 ഡബിൾ ഡാഷ്. ഓക്കെ, ഇതിങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഓവറോൾ ടു പോർട്ട് നെറ്റ്വർക്കിന്റെ ഇത് കിട്ടും. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കൊരു 4 മിനിറ്റ് കൂടെ ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടെ ആണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ആ ടു പോർട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അത് ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് കോപ്പി ചെയ്യുക. ഇന്റർ കണക്ഷന്റെ സെക്കൻഡ്. യെസ്, ഓക്കെ, നമുക്ക് വേഗം ഒന്ന് ചെയ്യാം. ഓക്കെ, ചോദിക്കാന്നുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എഴുതിയല്ലോ, ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ വരച്ചിടാം കേട്ടോ. 2 മിനിറ്റ് മതി ചെയ്യാൻ. ഓക്കെ, 2 on 3. സോ ഇതിന്റെ z പാരാമീറ്റർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇതിന്റെ z പാരാമീറ്റർ ഇതൊരു നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഇതൊരു നെറ്റ്വർക്ക് ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതിക്കോ, ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിക്കോ. 2 identical sections of network. 2 identical sections of network shown in figure. 2 identical sections of network are shown in figure. Are connected in series. Shown in figure are connected in series. Obtain the z parameter. Obtain the z parameter for overall connection. അപ്പൊ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? കണക്റ്റഡ് ഇൻ സീരീസ്. ഒബ്റ്റെയിൻ ദി z പാരാമീറ്റർ ഓഫ് ഓവറോൾ കണക്ഷൻ. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ നോക്കൂ. ഒരാവശ്യമില്ല, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്താ ചെയ്യേണ്ടത്? 2 ഐഡന്റിക്കൽ നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഇതേ നെറ്റ്വർക്ക് തന്നെയാണ് അവിടെ ഉള്ളത്. സെയിം നെറ്റ്വർക്ക് ആണ്. 1 2 2 എന്ന് പറയുന്ന സെയിം നെറ്റ്വർക്ക് ആണ് ഉള്ളത്. സോ ഇതേ നെറ്റ്വർക്ക് ആണ് ഇതെങ്കിലും നമ്മൾ എന്താണ് രണ്ടുകൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഫോർമുല എന്താണ്? 2 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ രണ്ട് നെറ്റ്വർക്കിന്റെയും z പാരാമീറ്റർ കണ്ടുപിടിക്കുക. അല്ലേ? z പാരാമീറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? തമ്മിൽ ആഡ് ചെയ്ത പോലെ അല്ലേ? നമ്മൾ ഫോർമുല നടപ്പില്ലേ? കണ്ടില്ലേ ഈ ഫോർമുല? അപ്പൊ നമ്മൾ ഫസ്റ്റ് ടു പോർട്ടിന്റെ z പാരാമീറ്റർ കണ്ടുപിടിച്ചാൽ രണ്ടാമത്തെ കണ്ടുപിടിക്കേണ്ട സമയം എടുക്കണോ? വേണ്ട, കാര്യം അതില്ല. അപ്പൊ എന്തായിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്? 2 on 1 2 ഇതായിരിക്കും. സോറി, 3 കൂട്ടണ്ടേ? 2 1 3 അല്ലേ? 3 ഇതും 3. ഇതല്ലേ ആൻസർ? ഈ z പാരാമീറ്റർ. ഇത് ഫസ്റ്റ് കേസിന്റെ. അപ്പൊ ഇത് z1 എന്നുള്ള വിളിച്ചു. ഓക്കെ, ഇത് രണ്ടാമത്തെ കേസിൽ z2. അപ്പൊ അതിനെങ്ങനെ കണ്ടുപിടിക്കും? സെയിം തന്നെയല്ലേ? 3 1 1 3. മനസ്സിലായി? ഇനി എന്താ ചെയ്യേണ്ടത്? ഓവറോൾ നെറ്റ്വർക്ക് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഫോർ z ഓവറോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 plus 3 1 plus 1 1 plus 1 3 plus 3. കറക്റ്റ് അല്ലേ? സോ എന്തായിരിക്കും ഇടുക? 6 2 2 6. ഓക്കെ 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 അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും. 2 ഐഡന്റിക്കൽ നെറ്റ്വർക്ക് ആർ കണക്റ്റഡ് ഇൻ പാരലൽ.
അല്ലേ? അപ്പൊ അതിന്റെ ഒയ് പാരാമീറ്റർ കണ്ടുപിടിക്കുക. ഒയ് പാരാമീറ്റർ ചെറിയ സർക്യൂട്ട് ആയിരിക്കും കേട്ടോ. ഒയ് പാരാമീറ്റർ കണ്ടുപിടിക്കുക. അതേ ഒയ് പാരാമീറ്റർ ആയിരിക്കും മറ്റേ 2 പോർട്ടിന് ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യുക? പാരലായിട്ടാണ് കണക്ട് ചെയ്യാൻ പറയുക. പാരലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതേ ചെയ്ത പോലെ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച്, ഏത് ഫോർമുല? പാരലൽ കണക്ഷന്റെ ഫോർമുല എവിടെ? യെസ്, ഈ ഫോർമുല ഉപയോഗിച്ച് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. രണ്ടും സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യുക, ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ഞാനത് ചെയ്യിക്കുന്നില്ല, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യണം. മനസ്സിലായ? ഫോർമുലാസ് തന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി 2 പോർട്ടുമായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. നിങ്ങളെ ബിടെക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത് നോക്കുക. അപ്പൊ കുറച്ച് ഐഡിയാസ് ഒക്കെ, കുറെ ടൈപ്പ് ഡൗട്ടുകളൊക്കെ വരും. നമ്മൾ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്ന മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇത് നോട്ട് ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് എഴുതുന്ന ആളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് മൺഡേ എടുക്കാം. മൺഡേ നമുക്ക് കപ്പിൾഡ് സർക്യൂട്ടോടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.